അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബിസിനസ്സിലേക്ക് ഭൂരിഭാഗം ആളുകളും കടന്നു വരുന്നത് പൂർണ്ണമായിട്ടും ഈ ബിസിനസ് മനസ്സിലായിട്ടല്ല. മിക്കവരും പറഞ്ഞത് എന്നെ തള്ളിയിട്ടതാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചാടിച്ചതാണ്, ഞാൻ അറിയാതെ വന്ന് പെട്ടതാണ് എന്നൊക്കെയാണ്. ഈ പറഞ്ഞ അഭിപ്രായങ്ങൾ എല്ലാ ആളുകളും ഈ ബിസിനസിന്റെ സാധ്യതയെ പറ്റി പഠിക്കുകയും പിന്നീട് എന്നെ ചാടിച്ച തള്ളിയിട്ട ആളുകൾ ദൈവതുല്യരായിട്ട് കാണുന്ന ഒരു അവസ്ഥ ഇപ്പോഴുള്ളത്. തുടക്കത്തിൽ അവർ പറയുന്നത് എന്താ? ചാടിച്ചതാണ്, തള്ളിയിട്ടതാണ്, ഉന്തിയിട്ടതാണ്, എന്നെ കൊണ്ട് കുടുക്കിയതാണൊക്കെ പറഞ്ഞ ആളുകൾ പഠിക്കാൻ തയ്യാറാവുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അവരുടെ ആ സംസാരത്തിൽ നിന്ന് മാറി അവർ വലിയ നന്മയുള്ള ആളുകളാണ്, എന്റെ ദൈവതുല്യങ്ങളാണ്, എന്റെ രക്ഷിതാക്കന്മാർ കഴിഞ്ഞാൽ മെന്ററായിട്ടുള്ള മിസ്റ്റർ ബെല്ലിസറാണ് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നതും അതുവഴി ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്തൊന്നും ഇത്രയും ശക്തമായിട്ടുള്ള ഒരു നെറ്റ്വർക്കോ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ സപ്പോർട്ടോ ഇത്രയും വലിയ ഗ്രോത്ത് ഒന്നും ഈ കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല. നിലവിൽ കേരളത്തിൽ പോലും നമുക്ക് പ്രോഗ്രാം നടത്താനുള്ള അനുഭൂതി പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വരുന്നത്. വടകരയിലത്തെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണമെങ്കിൽ അന്ന് പോലീസിന്റെ പെർമിഷൻ വേണം. പോലീസിന്റെ പെർമിഷൻ പോയിട്ട് നമ്മൾ അഡ്രസ്സ് കൊടുത്ത് എന്താണ് പ്രോഗ്രാം എന്ന് അവിടെ പറഞ്ഞതിന് ശേഷം മാത്രമേ ഒരു മീറ്റിംഗ് പോലും കൂടാൻ ഹോട്ടലുകളിൽ നമുക്ക് എന്ത് കിട്ടുള്ളായിരുന്നു, റൂം പോലും കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഒരു സമയത്ത് പോലും നമുക്ക് ഇതിന്റെ ഫ്യൂച്ചർ അറിയാവുന്നതുകൊണ്ട് തന്നെ വളരെ പാർട്ട് ടൈം ആയിട്ടാണെങ്കിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു വന്നത് കൊണ്ട് തന്നെ കമ്പനിയുടെ ഒരു വലിയ ഡെവലപ്മെന്റ്സിനെ പറ്റി വ്യക്തമായിട്ട് അറിയാനും ഫ്യൂച്ചർ ഇത് വലിയൊരു തരംഗമായി മാറും എന്നതിനെ പറ്റി വ്യക്തമായ ധാരണയോടുകൂടെ പ്രവർത്തിക്കാനും പറ്റി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിൽ ഉറച്ചു നിൽക്കാനുള്ള പ്രധാന കാരണം. പക്ഷെ ആ ഒരു സമയവും ഇതും നമ്മൾ രണ്ട് തലങ്ങളിലാണ്. കാരണം അന്ന് വളരെ പേടിയോടുകൂടെ അല്ലെങ്കിൽ ആളുകൾ വളരെ നെഗറ്റിവിറ്റി കൂടുതൽ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് തുടങ്ങിയ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് എൻ്റെ ഉള്ളിലുള്ള മെന്റൽ പവർ മാത്രമാണ് ഈ ബിസിനസ്സിൽ ഞാൻ പിടിച്ചു നിൽക്കാൻ തയ്യാറായത്. എന്താണ്, ഞാൻ ഈ ബിസിനസ് എന്താണെന്നും നാളുകളിൽ എന്തായി മാറുന്നതിനെ പറ്റി വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ബിസിനസ്സിൽ എന്ത് ചെയ്തത്, പിടിച്ചു നിന്നത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഈ ബിസിനസ്സിൽ വലിയൊരു വിശ്വാസത്തിനുടമയായിട്ട് നിങ്ങൾ മാറണം എന്നുള്ളതാണ്. വിശ്വാസവും പ്രവൃത്തിയൊക്കെ വരണമെങ്കിൽ ഇതിനൊരു ഫ്യൂച്ചർ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, മുന്നോട്ട് കാണേണ്ടി വരും. ഇതിന്റെ ഒരു വലിയൊരു ഫ്യൂച്ചർ ഈ ബിസിനസ്സിൽ ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ പലപ്പോഴും പല ആളുകളും ഒരു ഉദാഹരണം പറയാം. നമ്മൾ പലപ്പോഴും പല ബിസിനസ്സിലേക്കും വരുന്നത്, മിക്കവരും ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വലിയ ലോസ് വരുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. ഇന്നിപ്പോ ഞാനൊരു ഗൾഫിൽ നിന്ന് റിട്ടേൺ വരുന്ന ഒരാൾ, ഗൾഫിലുള്ള ഒരാളാണ് ഞാൻ. ഗൾഫിൽ കുറച്ച് വർഷം ജോലി ചെയ്തു. അവിടെ എനിക്ക് എന്റെ ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ വലിയ വരുമാനം ഇല്ലാതായതിന്റെ ഭാഗമായിട്ട് ഞാൻ തിരിച്ചു നാട്ടിലേക്ക് വരികയാണ്. നാട്ടിൽ വന്നിട്ട് ഞാൻ ഒരു 10-20 വർഷമായിട്ട് അല്ലെങ്കിൽ 25 വർഷമായിട്ട് ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് നാടുമായിട്ട് അത്ര ബന്ധമില്ല. എന്റെ ബന്ധങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ വേണം. അപ്പൊ ഞാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് എന്താ, എന്തെങ്കിലും ഒരു പൈസ എന്റെ കയ്യിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു കട ഓപ്പൺ ആക്കുക, ഒരു കട തുറക്കുക, എന്തെങ്കിലും ഒരു പരിപാടി ആരംഭിക്കുക എന്നുള്ളതാണ്. ഒരു 10-15 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങാം. ശരിയല്ലേ? അപ്പൊ ഈ പരിപാടി തുടങ്ങുന്ന സമയത്ത് എന്റെ ഉള്ളിലുള്ള ലക്ഷ്യം എന്തെങ്കിലും ഒരു ജോലി വേണം, രാവിലെ പോയി ഇരിക്കാൻ ഒരു സ്ഥലം വേണം, അല്ലെങ്കിൽ നാട്ടുകാരെല്ലാം എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ഒരു ഐഡന്റിറ്റി എന്താണോ അത് പറയാൻ ഒരു പരിപാടി വേണം. രണ്ടാമത്തെ കാര്യം, ഇനി ആ തുടങ്ങുന്ന പരിപാടിയിൽ റിട്ടേൺസ് എന്താണെന്നതിനെ പറ്റുന്ന വലിയ ധാരണ ഇല്ലെങ്കിൽ പോലും അങ്ങോട്ട് തുടങ്ങുക. അപ്പൊ തുടങ്ങും പറയും, എന്താ എന്ത് തുടങ്ങും എന്ന് ചോദിക്കും. തൊട്ടപ്പുറത്തെ ആള് ബേക്കറി തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ തുടങ്ങിയിട്ടുണ്ടാവും, അനാദി കട തുടങ്ങിയിട്ടുണ്ടാവും. എന്നാ പിന്നെ അവൻ തുടങ്ങി തന്നെ നമുക്കും തുടങ്ങാം. ആ ടൗണിൽ തന്നെ വേറെ ഒരു കട എടുത്ത് എന്ത് ചെയ്യാണ്, അങ്ങ് ആരംഭിക്കുകയാണ്. ഈ ആരംഭിക്കുന്ന വ്യക്തിക്ക് വരുന്ന 3-5 വർഷം കൊണ്ട് ഒരു പക്ഷേ ഈ തുടങ്ങിയതിന്റെ അനുഭവത്തിന്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ കറക്റ്റായ സ്ഥലത്തല്ലാതിന്റെ ഭാഗമായിട്ടൊക്കെ ഒരു പക്ഷേ ബിസിനസ് എന്ത് ചെയ്യും, ലോസ് വരും, നിർത്തി പോകുന്ന ഒരു സാഹചര്യം വരും. അതേ സ്ഥാനത്ത് നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഫ്യൂച്ചറിസ്റ്റിക് ആണോ, നാളുകളിൽ ഇതൊരു വലിയ തരംഗമായി മാറാൻ പറ്റുന്ന, അല്ലെങ്കിൽ നാളെ വലിയ രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു മേഖലയിലാണോ ഞാൻ ഈ ബിസിനസ് ആരംഭിച്ചതിനെ പറ്റി വ്യക്തമായ ധാരണ ഇല്ലാത്തടത്തോളം കാലം നഷ്ടം വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, ഇന്ന് ഈ ഒരു എന്നെ കേൾക്കുന്ന ഒരു ഏകദേശം 85ഓളം വ്യക്തികളുടെ അടുത്ത് ഞാൻ പറയുന്നു, നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അറ്റൻഡ് ചെയ്യുന്ന ഈ മീറ്റിംഗിന്റെ ഭാഗമായിട്ടുള്ള ഒരു ബിസിനസ് ഫ്യൂച്ചറിസ്റ്റിക് ആണോ, നാളുകളിൽ ഈ ബിസിനസ്സിൽ കൂടെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉറപ്പുവരുത്തേണ്ടത് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ
നമ്മൾ ചിന്തിക്കേണ്ടത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേയുള്ള ഒരു ബിസിനസിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ 2000 കാലഘട്ടങ്ങൾ മുതൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് എന്റെ വീട്ടിൽ എന്ത് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നത് ചെറിയ കടകളിൽ നിന്നാണ്. അതും ഞാൻ ചെറിയ തുണ്ട് പേപ്പറിലോ കൈയിനടിയിലൊക്കെ എഴുതിയിട്ടാണ് ഞാൻ എന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത്. മിനിമം ഒരു ഉപ്പ് അല്ലെങ്കിൽ ചായപ്പൊടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പലവ്യഞ്ജനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ പഴം ആയിക്കോട്ടെ, എന്റെ ഓർമ്മയിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഈ കൈകളിലൊക്കെ എഴുതി 100, 200, 500 വാങ്ങിയ ഒരു ഓർമ്മ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ട്. അപ്പൊ എനിക്ക് തരുന്ന അന്നൊന്നും കമ്പ്യൂട്ടർ ഒന്നും ഇല്ലല്ലോ, ഈ പലകയിലൊക്കെ അല്ലെങ്കിൽ ചോക്കിലൊക്കെ എഴുതിയിട്ട് കൂട്ടിയിട്ടാണ് ഈ കടക്കാരൻ നമുക്ക് എന്ത് ചെയ്യുന്നത്, എമൗണ്ട് പറഞ്ഞ് നമ്മൾ പൈസ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ചെറുകിടക്കാരെയാണ് എന്തിനും നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരുന്നെങ്കിൽ 2000 മുതൽ 2010 വരെ ലോകത്ത് വലിയൊരു മാറ്റത്തിന് തുടക്കമുണ്ടായിരുന്നു. ഈ മാറ്റം വരുമ്പോൾ എന്ത് സംഭവിക്കും, എല്ലാവർക്കും അസ്വസ്ഥതകൾ ഉണ്ടാകും. കാരണം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം നിർബന്ധമില്ല. അങ്ങനെ ലോകത്ത് ഓർഗനൈസിങ് റീറ്റെയിലിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം വന്നു. അതായത് എല്ലാം ഒരു കുട കീഴിൽ വലിയ സൂപ്പർ മാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റുകളുടെ ഒരു ട്രെൻഡ് 2000 മുതൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രെൻഡ് വന്നപ്പോ തന്നെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിലവിൽ വലിയ സമരങ്ങൾ വന്നു. രാഷ്ട്രീയം ഏതാന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ മുൻനിരയിൽ നിന്ന് ചെറുകിടക്കാർ ഇവിടുന്ന് നഷ്ടപ്പെട്ടു, അവർക്ക് ബിസിനസ് ഇല്ലാതെയായി പോകും. അതുകൊണ്ട് ഇവിടെ ഹൈപ്പർ മാർക്കറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലൈസൻസ് കൊടുക്കാൻ പാടില്ല എന്ന രീതിയിൽ ഗവൺമെന്റിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ സമരം ചെയ്ത ആളുകൾ പോലും ഇന്ന് അവരുടേതായ ആവശ്യങ്ങൾക്ക് കയറി ഇറങ്ങുന്ന എവിടെയാ, ഈ സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ. മാറ്റം വന്നു, പക്ഷെ മാറ്റത്തിന് ഒരുപാട് സമയം തടുത്തു നിർത്താൻ കഴിയും. അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അത് ജനഹൃദയങ്ങളിലേക്ക് വന്നു. അന്ന് റിസ്ക് എടുത്ത് വലിയ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയ ബിഗ് ബസാറിനെ പോലെ, അല്ലെങ്കിൽ ലുലുവിനെ പോലെയുള്ള, അതുപോലെ തന്നെ റിലയൻസിനെ പോലെയുള്ള വലിയ ആളുകൾ ഇന്ന് ലോകത്തിലെ വലിയ കോടീശ്വരന്മാരായി എന്നുള്ളതാണ്. പക്ഷെ തുടക്കം വളരെയേറെ കഠിനമായിരുന്നു. കുറെ കാലങ്ങളോളം, അല്ലെങ്കിൽ കുറെ സമയങ്ങൾ കടകൾ പൂട്ടിയിടേണ്ടി വന്നു, ഹർത്താൽ വന്നു, കല്ലേറ് വന്നു. ഇതൊക്കെ അതിജീവിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ലോകത്തിലെ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി നമ്മൾ കയറിയിരുന്നത് ചെറിയ കച്ചവടക്കാരനേക്കാൾ കൂടുതൽ വലിയ ഓഫർ ലഭിക്കുന്ന വലിയ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റിലാണ്. അപ്പൊ ആലോചിക്കേണ്ടത്, 2000 മുതൽ 2020 വന്ന മാറ്റം എന്ന് പറയുന്നത് വലിയ ഓർഗനൈസിങ് റീറ്റെയിലിംഗ് എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനം വന്നു. അത് തുടക്കം വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഇന്ന് അത് എന്തായി, വലിയ സക്സസ് ആയി എന്നുള്ളതാണ്. രണ്ടാമതൊരു മാറ്റം വരുന്നത് 2010 മുതൽ 2020 എന്ന് പറയുന്നത് ഇ കോമേഴ്സ് കമ്പനികളുടെ കാലഘട്ടമായിരുന്നു. ഇതൊക്കെ നിങ്ങൾ അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ട്രെൻഡിലേക്കാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഇ കോമേഴ്സ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ എന്തും പിൻ ടു പ്ലെയിൻ, എന്തും നമുക്ക് കടകളിൽ പോയി വാങ്ങാതെ നമ്മളെ വീട്ടിലേക്ക് ഹോം ഡെലിവറി ആയിട്ട് തരാം എന്ന് ആര് പറയുന്നു? വലിയ കമ്പനികളായിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ വൻകിട കമ്പനികൾ എന്ത് ചെയ്യാണ്, നമ്മളെ മുമ്പിൽ വലിയ ഓഫറുകളായിട്ട് വന്നപ്പോഴും സമരം വന്നു. ചെറുകിടക്കാരല്ല, അല്ല ഈ രീതിയിലുള്ള ബിസിനസ്സുകൾ ഇല്ലാതെയായി പോകുമെന്ന രീതിയിൽ സമരങ്ങൾ വന്നു. പക്ഷെ സമരം ചെയ്ത ആളുകൾ ഓൾറെഡി എന്തായി, അത് മടുത്ത് നിർത്തുക സ്വാഭാവികമാണ്. വർഷങ്ങളോളം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആമസോണ്, ഫ്ലിപ്കാർട്ട് പോലത്തെ എല്ലാ കമ്പനികളും നമ്മൾ എന്തു സാധനത്തിന് ആദ്യം സെർച്ച് ചെയ്യുന്നത് എന്താണ്, ഇപ്പൊ ഓൺലൈൻ സൈറ്റുകളിലാണ്. ഇപ്പൊ ഒരു മൊബൈൽ വാങ്ങണമെങ്കിൽ ഒരു MIGയിലോ അല്ലെങ്കിൽ സാംസങ്ങിന്റെ ഷോറൂമിൽ പോയിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ മോഡൽ നമ്പർ മനസ്സിലാക്കി അത് വില ചോദിച്ചിട്ട് ഒന്ന് ബാർഗെയിൻ ചെയ്തതിന് ശേഷം പുറത്തിറങ്ങി ഗൂഗിളിൽ കയറിയിട്ട് സെർച്ചിങ് എഞ്ചിനിൽ കയറിയിട്ട് നേരിട്ട് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ എത്രയാണ് ഇതിന്റെ പ്രൈസ് നോക്കിയിട്ടാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാർഗെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നത്. ശരിയാണല്ലോ? ഭൂരിഭാഗം ആളുകൾ ഓൺലൈനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു. നിങ്ങൾ ആലോചിക്കണം, ഈ ഓൺലൈൻ സംവിധാനം വരുന്നതിന് മുന്നേ ഡ്രസ്സ് വാങ്ങണമെങ്കിൽ, ഒരു ഓൺലൈൻ സംവിധാനം വരുന്നതിന് മുന്നേ ഒരു ഡ്രസ്സ് വാങ്ങണമെങ്കിൽ നമ്മൾ കടകളിൽ പോയി ഡ്രസ്സ് വാങ്ങുന്നു. കടകളിൽ പോയി ഡ്രസ്സ് വാങ്ങുമ്പോൾ ഒരു സാരി വാങ്ങണമെങ്കിൽ, ചുരിദാർ വാങ്ങണം, അല്ലെങ്കിൽ ഒരു ഷർട്ട് വാങ്ങണമെങ്കിൽ അത് കോട്ടൺ ആണോ പോളിസ്റ്റർ ആണോ എന്ന് 100 തവണ നോക്കി പരിശോധിച്ചിട്ടാണ്, ആ കളർ ഇഷ്ടപ്പെട്ടാണ് നമ്മൾ വാങ്ങുന്നത്. പക്ഷെ ഓൺലൈനിൽ നമ്മളെ സ്ക്രീനിൽ ഒന്ന് സൂം ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യുന്നത്, അതിന്റെ പേയ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ തോട്ട് പ്രോസസ്, അതായത് നമ്മളുടെ ചിന്തകളൊക്കെ നമ്മൾ വലിയൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഭാഗമായിട്ട്, അതിലൊരു ചേഞ്ചിന്റെ ഭാഗമായിട്ട് മാറുക. അപ്പൊ രണ്ടാമത് വന്ന ചേഞ്ച് എന്ന് പറയുന്നത് ലോകത്ത് ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനത്തിന്റെ തേരോട്ടം, അത് മീൻസ് വലിയ സക്സസ് ആയിട്ട് മാറി എന്നുള്ളതാണ്. എന്തിന് ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ട് ജെഫ് ബെസോസ് എന്ന് പറയുന്ന ആമസോണിന്റെ ഉടമ മാറി എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കണം, മാറ്റം തുടങ്ങിയതെല്ലാം തന്നെ വളരെ
ചെറിയ ഇടുങ്ങിയ മുറിയിൽ നിന്നൊക്കെയാണ്. നിങ്ങൾ ആമസോണിന്റെ ഒക്കെ റീൽസ് ഒക്കെ കാണാം. ചെറിയൊരു ഒറ്റ മുറിയിൽ നിന്ന് തുടങ്ങിയ ആമസോൺ എന്ന് പറയുന്ന ഒരു സംവിധാനം ലോകത്ത് തന്നെ ഏറ്റവും വലിയ മാറ്റത്തിന് തുടക്കം ു അല്ലെങ്കിൽ ഇ കൊമേഴ്സ് സംവിധാനം വന്ന് കോടികൾ അവരുണ്ടാക്കിപ്പോയി എന്നുള്ളതാണ്. ഇപ്പൊ എന്തിനും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പല സാധനങ്ങളും നമ്മൾ ഓൺലൈനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാങ്ങുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2010 മുതൽ 2020 വരെ നമ്മൾ ഇ കൊമേഴ്സിന്റെ കാലഘട്ടമായിരുന്നു. അത് ഇപ്പോഴും ശക്തമായി നടക്കുന്നു. എന്നാൽ 2020 വരുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് വരുന്ന ഒരു ചേഞ്ച് പറഞ്ഞത് കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ലോകം മാറുകയാണ്. എന്താണ് കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച വ്യക്തികൾ അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായി വളരുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയും. മീൻസ് നമ്മൾ പറയുന്ന കമ്മ്യൂണിറ്റി കൊമേഴ്സിൽ വരുന്നതാണ് എന്ത്, ഡയറക്ട് സെല്ലിംഗ് ഒക്കെ. അതായത് ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തിയുടെ കയ്യിലേക്ക് ഉൽപ്പന്നം വാങ്ങിയതിന്റെ കൂടെ തന്നെ അതിന്റെ കൂടെ ഒരു സർവീസും കൂടെ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് ആ ഒരു സിസ്റ്റം. ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വ്യക്തികൾ തന്നെ അതിന്റെ ഇടനിലക്കാരനായിട്ട് പരസ്യക്കാരനായിട്ട് മാറുമ്പോൾ ആ ഉൽപ്പന്നം വാങ്ങിയ വ്യക്തിയുടെ കയ്യിലേക്ക് അത് വിൽക്കാനുള്ള ഒരു ലൈസൻസ് കൂടെ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫീഡ്ബാക്ക് പറയുമ്പോൾ, അതിന്റെ ഒരു റിവ്യൂ പറയുമ്പോൾ അതിനൊരു ബെനിഫിറ്റ് ലഭിക്കുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യാണ് മാറുന്ന ഒരു സാഹചര്യം വരുന്ന ഒരു പല മേഖല. ഇപ്പം തന്നെ എന്തിനേറെ പറയുന്നു, ഇപ്പം നിലവിൽ ഇൻഷുറൻസ് നോർമലി ഒരു ഏജന്റിന്റെ കയ്യിൽ നിന്നാണ് മുമ്പ് വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് കുറച്ചൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അതിനെപ്പറ്റി വ്യക്തമായ ധാരണയുള്ള ആളുകളെല്ലാം തന്നെ ഇൻഷുറൻസ് ഒരു പക്ഷേ ഓൺലൈനിൽ നിന്ന് എന്ത് ചെയ്യണം, ഓഫ്ലൈനിൽ നിന്ന് പകരം ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. ഇപ്പൊ വലിയ പ്രമുഖ വാഹന കമ്പനികളെല്ലാം തന്നെ ഇപ്പൊ ഓൺലൈൻ ത്രൂ അവരുടെ എൻക്വയറി കളക്ട് ചെയ്യും. എക്സിക്യൂട്ടീവ് ഇല്ലാതെ ഡയറക്റ്റ് കമ്പനി തന്നെ അവർക്ക് ഉൽപ്പന്നങ്ങൾ, സർവീസും അതിന് സാധനങ്ങളും കൊടുക്കുന്ന രീതിയിലേക്ക് വലിയ ഇപ്പൊ ബെൻസ് BMW ഒക്കെ എന്ത് ചെയ്യുന്നത് ഓൺലൈൻ വഴി എന്ത് ചെയ്യാണ്, പിന്നെ എൻക്വയറി എടുക്കുകയും ഡയറക്റ്റ് എന്ത് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നത്. അത് മാത്രമല്ല, നമ്മളൊരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സർവീസിലൊക്കെ 5,000 10,000 ഒക്കെ നമുക്ക് എന്ത് ചെയ്യാണ് ലെസ് തരുന്ന, ഡിസ്കൗണ്ട് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ പല കമ്പനികൾക്കും കസ്റ്റമർക്ക് ഓഫർ ചെയ്യുന്നു. ഇതൊന്നും മുമ്പില്ലാത്തതാണ്. ശരിയാണല്ലോ? അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വന്ന ഈ ഒരു മേഖലയിൽ നോർമലി ഒരു ഉൽപ്പന്നം വാങ്ങുന്ന ഒരു ഗൃഹനാഥനെ സംബന്ധിച്ചിടത്തോളം എന്ത് ബെനിഫിറ്റ് ആണ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പൊ വലിയ കാര്യങ്ങളും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. എന്നാലും നമ്മൾ നോർമലി പോകുന്ന ഒരു പേഴ്സണലി ഒരു ഫാമിലി കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് അദ്ദേഹത്തിന് ചെറിയ രീതിയിൽ കൺവേർട്ട് ആയാൽ അദ്ദേഹത്തിന്റെ പേഴ്സണലി അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ചെറിയ ബെനിഫിറ്റിനെ പറ്റി ഞാൻ പറയുന്നത്. നോർമലി നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മൈ ലൈഫ് ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല. നോർമലി നിങ്ങൾ ജോലി ചെയ്യുന്നു, അതിൽ കൂടെ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നു. ആ വരുമാനം വെച്ച് നിങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വർഷങ്ങളായിട്ട് വാങ്ങുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പേസ്റ്റ് വാങ്ങുന്നത് കോൾഗേറ്റ് ആവാം, അല്ലെങ്കിൽ ഗ്ലോസപ്പ് ആവാം, പെപ്സോഡന്റ് ആവാം, എന്തോ ആവട്ടെ. അതിനേക്കാൾ ഉപരി പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, ഹെയർ ഓയിൽ ഒക്കെ നിങ്ങൾ വാങ്ങും. നിങ്ങൾ അധ്വാനത്തിന്റെ ഒരു 40 to 60% പോകുന്നത് ഇടനിലക്കാരന്റെയും പരസ്യക്കാരന്റെയും കൈകളിലേക്കാണ് നമുക്കറിയാം. എന്തിനേറെ പറഞ്ഞു, ഞാൻ നിങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങി. ഇതിന്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് ഈ ഇടനിലക്കാരനും പരസ്യക്കാരനാണ്. എന്തിനേറെ പറഞ്ഞു, ഹിന്ദുസ്ഥാൻ ലിവർ എന്ന് പറയുന്ന ഒരു കമ്പനി പേര് നോക്കുമ്പോൾ ഒരു ഇന്ത്യൻ കമ്പനി പോലെ തോന്നാം, ഫീൽ ചെയ്യാം. പക്ഷെ ഒരിക്കലും ഒരു ഇന്ത്യൻ കമ്പനി ഇല്ല, അതൊരു ബ്രിട്ടീഷ് കമ്പനിയാണ്. ആവറേജ് ഒരു 33,000 കോടിക്ക് മുകളിലായിട്ട് ഇന്ത്യയിൽ നിന്ന് വർഷത്തിൽ ആര് കൊണ്ടുപോകുന്നുണ്ട്, ഇവിടുന്ന് റവന്യൂ കൊണ്ടുപോകുന്ന ഒരു കമ്പനിയാണ്. പക്ഷെ ഇന്ന് കോടികൾ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാൻ അവരെ പ്രാപ്തരാക്കുന്ന ആരാന്നറിയോ, നമ്മളാണ്, അല്ലെങ്കിൽ നമ്മളെ സമൂഹമാണ്. നമ്മൾ ഓരോ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോഴും അവർക്ക് അതിന്റെ പ്രോഫിറ്റ് കിട്ടുന്നത്, അവർ വിദേശ രാജ്യത്തേക്ക് കടത്തുന്നത് നമ്മൾ അവരുടെ പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ശരിയാണല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത്ര വർഷമായിട്ട് നമ്മൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചത് കൊണ്ട് പേഴ്സണലി നമുക്ക് വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ 1 രൂപയുടെ ബെനിഫിറ്റ് ഇല്ല. ശരിയാണോ അല്ലയോ? ഇപ്പൊ കോൾഗേറ്റ് ഒരു വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ കോൾഗേറ്റ് വാങ്ങാനുള്ള 100 രൂപ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ 150 കൊടുക്കുമ്പോൾ കോൾഗേറ്റ് കിട്ടുന്നു, അവർ ഉപയോഗിക്കുന്നു, തീർന്ന വീണ്ടും വാങ്ങും. എന്നാൽ ഉൽപ്പന്നത്തിനും അയാളിനിടയിൽ വേറെ പ്രോഫിറ്റ് ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതിൽ ഓപ്പർച്യൂണിറ്റി, അവസരമോ വരുമാനമോ ഒന്നുമില്ല. എന്നാൽ ആ വാങ്ങുന്ന ഒരു കസ്റ്റമറുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറിയിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ലഭിക്കുമെങ്കിൽ എന്തുകൊണ്ട് വേറെ ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്തുകൂടാ എന്ന തീരുമാനത്തിൽ നിന്ന് MI ലൈഫ് സ്റ്റൈലിന്റെ എലമെന്റ്സിലേക്കോ ഓൺലൈനിലേക്കോ
ഇന്ത്യ ഗ്രോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ ഉൽപ്പന്നങ്ങളിൽ ആ ബ്രാൻഡിലേക്ക് നമ്മളുടെ വാങ്ങുന്ന രീതിയെ ഒന്ന് മാറ്റിയാൽ എന്ത് കിട്ടും? ഒന്ന്, ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കും. അതായത് ട്രഡീഷണൽ ബിസിനസ്സിൽ നമുക്കൊരു ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി ആ ഒരു കടക്കാരൻ, വാങ്ങുന്ന കടക്കാരൻ നമ്മളെ പ്രോഡക്റ്റിനെ പറ്റി എഡ്യൂക്കേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. എന്നാൽ നമ്മളൊരു പേസ്റ്റ് ഒരു വ്യക്തി കൊടുക്കുകയാണെങ്കിൽ ആ പേസ്റ്റിനെ പറ്റി 5 ഗുണങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മൾ ഉപയോഗിച്ച റിസൾട്ട് കൂടെ പറയുമ്പോഴാണ് അദ്ദേഹം ഒരു ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, ഈ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി ഉള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അയാൾ ഒരു സീരിയസ് ആയ ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ പറയുന്നു, ഞാനിത് MRPക്കാണ് സെല്ല് ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ബിസിനസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ID രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം ഒരു 40% എങ്കിലും ഡിസ്കൗണ്ടിൽ ഇത് വാങ്ങി ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയുന്നു. അപ്പൊ ഒന്ന്, ക്വാളിറ്റി അവിടെ ഉറപ്പുവരുത്തി. 2, ഒരു പേഴ്സണൽ ഡിസ്കൗണ്ട് തരും എന്ന് നമുക്ക് ഓഫർ കൊടുക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണ്? ഡിസ്കൗണ്ടിൽ വാങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ എന്നാൽ നിലവിൽ നമ്മൾ വർഷങ്ങളായിട്ട് വാങ്ങിയ ട്രഡീഷണൽ ബിസിനസ്സിൽ നമുക്ക് കിട്ടുന്ന എന്താ? ഏതോ ഒരു കമ്പനി ഉണ്ടാക്കിയ പ്രൊഡക്റ്റ്, അതിന്റെ ബാക്ക് സൈഡിൽ എന്തൊക്കെയോ വളരെ ചെറിയ ലിപികളിൽ എഴുതി, നമുക്ക് പോലും അറിയാത്ത തങ്ക ലിപികളിൽ എഴുതി വെച്ച കുറെ സാധനങ്ങൾ. ശരിക്കും പറയുകയാണെങ്കിൽ പല പേസ്റ്റുകളും 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉപയോഗിക്കാനേ പാടില്ല, വാണിംഗ് ഉള്ളതാണ്. പക്ഷെ ഇത് മനസ്സിലാക്കാൻ വലുപ്പത്തിലല്ല അവിടെ എഴുതി വെച്ചത്. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിന് ഇത് അറിയില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോഴാണ് അത് കുറെ ആളുകളിലേക്ക് എത്തിയെങ്കിൽ പൊതുവെ വളരെ മുന്നേ ഒന്നും ആർക്കും അറിയില്ല. ക്ലിയർ ആയോ? എന്നാൽ നമ്മൾ കൊടുക്കുന്ന പേസ്റ്റിൽ വാണിംഗ് ഇല്ല, 100% ഹെർബൽ ആണ് എന്നത് നമ്മളും പറയും. അതിന്റെ ഇൻഗ്രീഡിയൻസ് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ കമ്പനി പറയുന്ന കാര്യങ്ങൾ വായിച്ച ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഒന്ന്, ക്വാളിറ്റി ഉണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട്, അതുകൂടെ തന്നെ നമ്മുടെ ജീവൻ തന്നെ മാറാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് പർച്ചേസിൽ കൂടെ നമ്മൾ കമ്പനിയുടെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഒരു സാധാരണ വ്യക്തി ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ക്വാളിറ്റി ഉറപ്പുവരുത്താനും അതിന്റെ കൂടെ തന്നെ ഡിസ്കൗണ്ട് ആസ്വദിക്കാനും അതിന്റെ കൂടെ തന്നെ ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടെങ്കിൽ ഇതിന്റെ ഭാഗമായി മാറിയാൽ എന്ത് സംഭവിക്കും? വലിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നേടിയെടുത്ത് നല്ല ഒരു വരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഒരു പ്രോഡക്റ്റ് പർച്ചേസിംഗിൽ കൂടെ ഒരു സാധാരണക്കാരൻ മാറുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് പല ഫാമിലിയും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് ട്രഡീഷണൽ ബിസിനസ്സിൽ കൂടിയാണ്, പരമ്പരാഗതമായ വ്യവസായത്തിൽ കൂടിയാണ്. ആ ഒരു വ്യക്തിയെ ഈ ഇൻഡസ്ട്രിയുടെ സാധ്യത ബോധ്യപ്പെടുത്തി കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ കൊടുത്തു, ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിച്ച് ഈ ഇൻഡസ്ട്രി എന്താന്ന് ബോധ്യപ്പെടുത്തി കൂടെ നിർത്തിയാൽ, ഒരുപക്ഷെ നിങ്ങളെക്കാൾ കഴിവും അറിവും ഉള്ള വ്യക്തിയാണ്, ആവശ്യമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പിന്നെ ഈ ബിസിനസ്സിൽ നിങ്ങൾ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് വലിയ ചെയ്യാനും ആ വ്യക്തിയുടെ ഉള്ളിൽ വലിയ മാറ്റം ബോധം ആർക്ക് വേണം? നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണം. ഇതിനൊരു സ്ഥിരത വളരെ അത്യാവശ്യമാണ്. ഈ മറ്റുള്ള ഏത് ബിസിനസ്സിനേക്കാളും ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, സ്ഥിരത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരതയുള്ള വ്യക്തികൾക്ക് മാത്രമാണ് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കുന്നത്. റെഗുലറായിട്ട് മീറ്റിങ്ങിന് വരുന്നു, റെഗുലറായിട്ട് ലീഡേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉറപ്പുവരുന്നു, റെഗുലറായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നു, റെഗുലറായിട്ട് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിൽ കുറവ് വരുത്താതിരിക്കുന്നു. ഇതൊക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്താണ് സ്ഥിരത ഇല്ലായ്മ? മാസത്തിൽ ഒരു ട്രെയിനിങ് ഉണ്ടെങ്കിൽ ആ ട്രെയിനിങ്ങിന് വരില്ല. മോർണിംഗ് മീറ്റ് ഡെയിലി ഉണ്ട്, ആ മോർണിംഗ് മീറ്റിൽ കയറാൻ വേണ്ടി ഈ തലേദിവസം ഓർമ്മപ്പെടുത്തിയാൽ പോലും, കുറച്ച് ഏർലി മോർണിംഗിൽ എഴുന്നേറ്റാൽ പോലും ഫോൺ നോക്കി ആ മീറ്റിംഗിൽ കയറാൻ ശ്രമിക്കില്ല. ഇനി കയറിയാൽ പോലും തന്റെ എത്ര ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് എന്ന് നോക്കിയിട്ട് കയറാത്ത സാധ്യതയുള്ള ആളുകൾ വിളിച്ച് കയറ്റാൻ ശ്രമിക്കില്ല. ഇതൊക്കെയാണ് കണ്ടിന്യൂഷൻ ഇല്ലാത്തൊരവസ്ഥ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇത്തരം കാര്യങ്ങൾ ആരൊക്കെ സീരിയസ് അല്ലായിട്ട് ചെയ്യുന്നുവോ അവർക്കൊരു ടീം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നാൽ ഇത് റെഗുലർ ആയിട്ട് ഈ ബിസിനസ് ബോധ്യപ്പെട്ട് എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇതിന്റെ ശക്തമായ ബിസിനസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് വളരെ സീരിയസ് ആയിട്ട് ഇറങ്ങി ചെയ്യുന്ന ആളുകള് ഡെയിലി മോർണിംഗ് മീറ്റുകള്, റെഗുലർ ആയിട്ടുള്ള GTSകൾ, പ്രൊഡക്ട് ട്രെയിനിങ്ങൾ, FSSകൾ, RTPകൾ, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് വരുന്ന 1-2 വർഷം വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരാം, ഈ ബിസിനസ്സിൽ കൂടുതൽ മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ, മികച്ച വരുമാനം ഉണ്ടാക്കാൻ, ക്വാളിറ്റിയുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്.
സത്യം പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് എന്താ, നമ്മൾ വലിയ രീതിയിൽ വലിയ വായിൽ പറയും, സാർ എന്താ പരിപാടി ഇപ്പം. ഞാന് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ മുമ്പ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന മേഖല എന്നോട് പറയണോ, നീ RTO മേഖലയിൽ ഓട്ടോ കൺസൾട്ടന്റ് ഒക്കെ ആയിരുന്നല്ലോ. ഓ ശരി, പക്ഷെ ഞാൻ ഇപ്പൊ അതല്ല ചെയ്യുന്നത്. ഞാൻ സീരിയസ്ലി ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഭൂരിഭാഗം ആൾ പറഞ്ഞു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്നു, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നു. സത്യം പറയുകയാണെങ്കിൽ ഇവിടെ എന്താ നടക്കുന്നത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നാൽ ഞാൻ പറയുന്നു ഇവിടെ നടക്കുന്നത് മാർക്കറ്റിംഗ് മാത്രമാണ്. പല ആളുകളുടെ ഇടയിൽ, എല്ലാവരും അല്ല, പല ആളുകൾക്ക് മാർക്കറ്റിംഗേ നടക്കുന്നുള്ളൂ. ശരിയാണല്ലേ? ഉൽപ്പന്നം വാങ്ങുന്നു, വിൽക്കുന്നു, വാങ്ങുന്നു, വിൽക്കുന്നു, അതിന്റെ റീറ്റെയിൽ പ്രോഫിറ്റ് എടുക്കുന്നു. അവിടുന്ന് അങ്ങോട്ട് ഒരു ചേഞ്ച് വേണമെങ്കിൽ നെറ്റ്വർക്ക് നടക്കണം, ഒരു ശൃംഖല ഉണ്ടാവണം. ക്ലിയർ ആയോ? ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന വൻകിട എല്ലാ കമ്പനികളും, ട്രഡീഷണൽ കമ്പനികളെല്ലാം തന്നെ അവർക്കൊരു നെറ്റ്വർക്ക് ഉണ്ട്. എന്താണ് നെറ്റ്വർക്ക്? നിലവിൽ അവർ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു, ആദ്യം അവർ സെലക്ട് ചെയ്യുന്നത് ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിനെ സെലക്ട് ചെയ്യുന്നു. ഇപ്പൊ കല്യാൺ ജ്വല്ലേഴ്സ് അമിതാഭ് ബച്ചൻ ബ്രാൻഡ് അംബാസിഡർ ആണ്. അതുപോലെ തന്നെ മഞ്ജു വാര്യർ ബ്രാൻഡ് അംബാസിഡർ ആണ്. അവരെന്ത് ചെയ്യുന്നു, അവർ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു, അത് ബ്രാൻഡ് ചെയ്തിട്ട് ലോകം അറിയപ്പെടുന്ന ആളുകളുടെ കയ്യിലേക്ക് ഇത് ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വെച്ചു. പ്ലസ് പിന്നെ സെലക്ട് ചെയ്യുന്നത് നാഷണൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഓൾ ഇന്ത്യ ലെവലിൽ എന്ത് ചെയ്യാണ്, ഒരു നെറ്റ്വർക്ക് എത്തിക്കാൻ വേണ്ടി അവർ നാഷണൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അതിന്റെ തൊട്ട താഴെ വരുന്നത് എന്താ, സോണൽ, 4 സോണിലേക്കുള്ള സെലക്ട് ചെയ്തു. അതിന്റെ താഴെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, ഹോൾസെയിലർ, റീറ്റെയിലർ, ദെൻ കസ്റ്റമർ. ഇതാണ് അവരുടെ ചാനൽ, ഇതാണ് അവരുടെ നെറ്റ്. നമ്മളെ നെറ്റ്വർക്ക് എന്താ, മാർക്കറ്റിംഗ് എന്താ, നമ്മൾ ഓൺലി മാർക്കറ്റിംഗ് ഉള്ള ഒരു നെറ്റ്വർക്ക് ഇല്ല. അപ്പൊ ആദ്യം നിങ്ങൾ, എനിക്ക് പേഴ്സണലി ഉള്ള എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചാൽ മാത്രമേ നമുക്കൊരു വിശ്വാസം ഉണ്ടാവുള്ളൂ. ഈ വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഈ വിശ്വാസവും അതിന്റെ കൂടെ പ്രവൃത്തിയും വരുമ്പോഴാണ് ആ ഒരു നെറ്റ്വർക്ക് സ്ട്രോങ് ആവുള്ളൂ. കാരണം നിങ്ങളെ കണ്ട് വളരുന്ന ഒരു തലമുറ വരണമെങ്കിൽ ആ ഒരു നെറ്റ്വർക്ക് സ്ട്രോങ് ആവുള്ളൂ. നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നെങ്കിൽ നിങ്ങളെ എന്നെ വിശ്വസിക്കാൻ ഒരാളെ കിട്ടത്തില്ല. നമ്മൾ പറച്ചിലൊന്ന് പ്രവൃത്തി ഒന്നാണെങ്കിൽ ഈ ബിസിനസ്സിൽ നമ്മളെ കൂടെ ചേർന്ന് നിൽക്കാൻ ആളുകൾ കുറയും. അവിടെ കണക്ടിവിറ്റി കുറയും. കണക്ടിവിറ്റി കുറയുന്നിടത്തിൽ എന്തുമില്ല, കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും നടക്കില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അറിഞ്ഞോ അറിയാതെയോ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ബിസിനസ്സിലേക്ക് വന്നത്. ക്ലിയർ? അറിഞ്ഞോ അറിയാതെ എന്നെ തള്ളിയിട്ട് ഉന്തിയിട്ടൊക്കെയാണ്. പക്ഷെ വന്നു കഴിഞ്ഞു എന്നാൽ എനിക്ക് കാര്യം പഠിച്ച് ഇതിന്റെ സാധ്യത പഠിച്ചാൽ ലോകത്ത് ഒരു മേഖല ചെയ്താലും കിട്ടാത്ത രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ നമ്മളെ തേടിയെത്തുന്ന ഒരു മേഖലയാണ്. അതിന് ഉദാഹരണം പറയാം. നിങ്ങൾ എന്തിനേറെ പറഞ്ഞു, നമ്മളെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ ആളുകൾ, നമ്മളൊക്കെ മെന്റർ ആയിട്ടുള്ള മിസ്റ്റർ ബെല്ലിസാണ്. ബെല്ലിസർ 2011, 12 അല്ലെ 2015 ആ സാഹചര്യത്തിലെ ബെല്ലിസാറാണോ ഇന്നത്തെ സാഹചര്യം? അയാളുടെ സാമ്പത്തിക ഭദ്രത മാറി, സോഷ്യൽ സ്റ്റാറ്റസിൽ വ്യത്യാസം വന്നു, അയാൾ അറിയുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു, അല്ലെ? ചിത്രത്തില് ഇന്ത്യയിലെ MI ലൈഫ് സ്റ്റൈലിൽ തന്നെ ഒരു ശക്തമായ ഒരു മുഖമായിട്ട് അദ്ദേഹം മാറി. ലോകം അറിയുന്ന, അല്ലെങ്കിൽ ഇത് മൊത്തം അറിയുന്ന ഒരു വ്യക്തിയായിട്ട് ആര് മാറി? നമ്മളൊക്കെ മെന്റർ മാറി. പക്ഷെ അദ്ദേഹം നിലവിൽ ചെയ്യുന്ന ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു ഈ ബിസിനസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു പോപ്പുലാരിറ്റി, ഇത്രയും വലിയൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആർക്ക് വരില്ലായിരുന്നു? ഈ പറഞ്ഞ വ്യക്തിക്ക് വരില്ലായിരുന്നു. എന്തൊക്കെ കിട്ടി? ലോകം അറിയുന്ന, അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം അറിയുന്ന ഒരാളായിട്ട് മാറി. ക്ലിയർ? സാമ്പത്തിക ഭദ്രത കൈവരുന്നു. അയാൾ വഴി ആയിരക്കണക്കിന് കുടുംബങ്ങൾ എന്ത് ചെയ്തു, വലിയ മാറ്റങ്ങൾ ഉണ്ടായി. പക്ഷെ ഇതൊക്കെ ഒരു തീരുമാനം എടുത്തതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് ബോധ്യപ്പെടാതെ, നമ്മൾ സ്വന്തമായിട്ട് നമ്മളിൽ നിന്ന് ഒരു രീതിയിൽ ഒരു തീരുമാനമില്ലാതെ ഈ ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിജയിക്കാൻ കഴിയില്ല എന്ന് എന്റെ അഭിപ്രായം. അങ്ങനെ അപ്പൊ ആദ്യം നമ്മൾ ഉണ്ടാക്കേണ്ടത് മെന്റൽ സ്ട്രെങ്ത് ആണ്. മെന്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താ, നമ്മളൊരു ആറ്റിറ്റ്യൂഡ് മാറാതെ, നമ്മളെ നിലവിലുള്ള ആറ്റിറ്റ്യൂഡിൽ വലിയ മാറ്റങ്ങൾ വരുത്താതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റില്ല. ഈ ബിസിനസ്സിന്റെ സക്സസിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് മനോഭാവം തന്നെയാണ്. ഏറ്റവും വലിയ വിജയം ഒരാൾക്ക് ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യാണ്, മാറുമ്പോൾ മാത്രമാണ്. നിങ്ങൾ ആലോചിക്കേണ്ട, ഈ ബിസിനസ്സിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വളരെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യണം, വളരെ പോസിറ്റീവായി നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ആറ്റിറ്റ്യൂഡ് വളരെ പോസിറ്റീവായിട്ട് നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അപ്പൊ അതുങ്ങളായിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈഗോ ഇല്ലാത്ത ഒരാളായിട്ട് നമ്മൾ മാറണം. ഈഗോ വരുന്ന സമയം, ഈഗോ എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, ഈഗോ വന്നു കഴിഞ്ഞാൽ, ഈഗോ വരുന്ന ആളെ ഞാൻ പറയുന്നത്, ഈഗോ വന്നു കഴിഞ്ഞാൽ നമ്മൾ കോമയിലായി എന്ന് പറയും. എന്താ ഈഗോ വന്ന കോമയിലാവുക? കോമയിലായി കഴിഞ്ഞാൽ നാവ് പൊന്തൂല. പല ആളും കോമയിൽ കിടക്കുക, നാവ് എന്തോ
ഈ ഈഗോ വന്നു കഴിഞ്ഞാൽ നാവ് പൊന്തില്ല. എന്തിനു വേണ്ടി നാവ് പൊന്തില്ല? നല്ലത് പറയാൻ, ഒരാളെ റെക്കഗ്നൈസ് ചെയ്യാൻ, അനുമോദിക്കാൻ നാവ് പൊന്തൂല. അതാണ് കോമയിലായി എന്ന് പറയുന്നത്. മീൻസ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈഗോ മൈൻഡ് ഉണ്ടെങ്കിൽ, മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ, ദയവായിട്ട് ആ ഒരു ഈഗോ പുറത്ത്, ഈഗോ ക്യാഷും നമ്മൾ ഒരുമിച്ച് വരില്ല എന്ന് പറയും. അപ്പൊ എന്തിനാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ്, നമ്മളെ മനോഭാവം എത്രത്തോളം പോസിറ്റീവ് ആക്കുന്നുവോ ഈ ബിസിനസ് നിങ്ങൾക്ക് ഏറ്റവും വലിയ സക്സസ് ഉണ്ടാക്കാന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇത് ആരാ പറയുന്നത്? ഈ ആറ്റിറ്റ്യൂഡ് മികച്ച അതാക്കി റിസൾട്ട് ഉണ്ടാക്കിയ ആളുകളാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പം ആറ്റിറ്റ്യൂഡ് നന്നാവുന്നത് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആറ്റിറ്റ്യൂഡ് മികച്ചാവുന്നത്. നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിക്ക് വലിയ ഡിഗ്രിയുള്ള ആളുടെ മനോഭാവം വളരെ പോസിറ്റീവ് ആണെന്ന് ഒരു നിർബന്ധവുമില്ല. എന്നാൽ വിശ്വാസം, ബിലീഫ് ആണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ഉള്ളിൽ ഏറ്റവും വലിയ വിശ്വാസമുണ്ടോ നമ്മുടെ മുഖത്ത് ഒരു വൈബ്രന്റ് ആയിട്ടുള്ള, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള, വളരെ എനർജറ്റിക് ആയ ഒരു ഫേസ് നമുക്കുണ്ടാവും. നമ്മളെ തിളങ്ങുന്ന കണ്ണുകൾ നമുക്കുണ്ടാവും വിശ്വാസം ഉണ്ടെങ്കിൽ. ആ വിശ്വാസം വർദ്ധിക്കുന്തോറും നമ്മളെ ആറ്റിറ്റ്യൂഡിൽ വലിയ ചേഞ്ച് ഉണ്ടാവും. ഈ ബിസിനസ് എന്താണെന്നും ഇതിന്റെ സാധ്യതയെ പറ്റി പഠിച്ച് അതിന്റെ 100% ബിലീഫ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് എന്തുണ്ടാവും ഈ ബിസിനസ്സിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബിലീഫ് സിസ്റ്റത്തിലൂടെ മാത്രമേ നമ്മളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മളെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ കഴിയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു മൈനസ് എവിടെയുണ്ടോ അത് കണ്ടെത്തി അതിനെ തിരുത്തിയാൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കും. അതുവഴി നിങ്ങൾ വലിയൊരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയായിട്ട് മാറും. നിങ്ങൾ പറയുന്നൊക്കെ തന്നെ അനുസരിക്കാനും കൂടെ നിൽക്കാനും വിശ്വാസത്തോടെ ഒരു ടീം, ഒരു നെറ്റ്വർക്ക് നിങ്ങളെ കൂടെ ഉണ്ടാവുന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഇവിടെ മാർക്കറ്റിംഗേ നടക്കുന്നുള്ളൂ, നെറ്റ്വർക്ക് നടക്കുന്നില്ലെങ്കിൽ ആ നെറ്റ്വർക്ക് പ്രോപ്പർ ആക്കാൻ വേണ്ടിയുള്ള എന്തൊക്കെ മാറ്റങ്ങൾ, ഇഫ് യു വാണ്ട് ചേഞ്ച് ഫസ്റ്റ് യു ചേഞ്ച് എന്നാണ്. നമ്മൾ മാറാതെ നമ്മുടെ സമൂഹത്തിനെ മാറ്റാൻ സാധിക്കില്ല. ആദ്യം നമ്മളിലാണ് വലിയൊരു മാറ്റം ഉണ്ടാക്കേണ്ടത്. മനസ്സിലായോ? ഇപ്പൊ തന്നെ ഇവിടെ ഇപ്പൊ പല രീതിയിൽ വിശ്വാസമുള്ള ആളുകളുണ്ട്. ഇപ്പൊ സ്വാഭാവികം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യനെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. എന്തിനേറെ പറയുന്നത്? നിസ്കാരം എന്ന് പറഞ്ഞാൽ 5 നേരം നിസ്കരിക്കുന്ന ആളുകൾ എല്ലാവരും 5 നേരം നിസ്കരിക്കുന്നു. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും ആ വിശ്വസിക്കുന്ന ശക്തി, ഞാനിപ്പം ഒരു മുസ്ലിമാനാണെങ്കിൽ ഞാൻ 5 നേരം നിസ്കാരം, ഞാൻ ഫുള്ള് പള്ളിയിൽ തന്നെ നിസ്കാരമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, കടങ്ങളുണ്ട്. പക്ഷെ ഞാൻ പൂർണ്ണമായിട്ട് പള്ളിയിൽ ഇങ്ങനെ എല്ലാം നിസ്കരിച്ച് നിൽക്കുമ്പോ ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി എന്നോട് പറയും, സുജേഷ് അല്ലെങ്കിൽ ഇസ്മായിലെ, നീ 5 നേരവും നിസ്കരിക്കേണ്ടെന്ന് ഞാൻ പറയല്ലേ. നിസ്കാരം നല്ലതാണ്, ഓക്കെ. പക്ഷെ നീ വിജയിക്കണമെങ്കിൽ എന്നെ മാത്രം വന്ന് എന്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമായില്ല. എന്ത് ചെയ്യണം? അതിന് വിജയിക്കണമെങ്കിൽ അതിന്റെ കൂടെ നീ പ്രവൃത്തിയും എടുക്കണം. വേണ്ടേ? വിശ്വാസവും വേണം, പ്രവൃത്തിയും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഏതൊരായാലും, ഞാനിപ്പം അമ്പലത്തിൽ പോയിട്ട് എപ്പോഴും എനിക്ക് എന്നെ രക്ഷപ്പെടുന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടായില്ല. വേണം, വിശ്വാസം വേണം. പ്ലസ് ഞാൻ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്തിന്? പ്രവൃത്തിയിലും കൂടെ ഞാൻ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. എങ്ങനെയുള്ള പ്രവൃത്തിയാണ്? സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ബിസിനസ്സിൽ വിജയിച്ച ആളുകളെ ഞാൻ ഫോളോ ചെയ്യണം. അവരെ ഞാൻ ഇപ്പൊ എന്തിനേറെ പറയുന്നു, ഇപ്പൊ അനീഷ് സാറ് ഇന്ന് ഏകദേശം ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആണ്. ഒരു സാധാരണ വ്യക്തി ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള അനീഷ് സാർ ഇന്ന് ചെയ്യുന്ന കാര്യം ചെയ്തിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ശൈലേഷ് സാർ WTC പോകുന്ന ഒരു ഗ്രേറ്റ് ലീഡർ ആണ്, ITC ആണ്. ശൈലേഷ് സാർ എന്താണ് ഇന്ന് ചെയ്യുന്നത്? ഇന്നത്തെ ഒരു STC ചെയ്തിട്ട് കാര്യമില്ല. ശൈലേഷ് സാർ STCയിൽ എന്താണോ ചെയ്തത് അത് ചെയ്യണം. ക്ലിയർ ആയോ? ഇപ്പൊ ഒരു ബ്രോൺസ് അല്ലെങ്കിൽ ഒരു TC ആയിട്ട് ഒരാൾ ഇതിലുണ്ടാവാം. അദ്ദേഹം ഇന്ന് ഒരു STC ചെയ്യേണ്ട കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. ഈ STC TC ആയിരിക്കും എന്ത് ചെയ്തു അതാ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, ഇനി ഒരു STC ലീഡറാണ് അല്ലെങ്കിൽ ഒരു DTC ലീഡറാണ്. DTC ലീഡർക്ക് ഒരു TCയുടെ വരുമാനം മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം റാങ്ക് കൊണ്ട് DTC ആണ്. പക്ഷെ അദ്ദേഹം പ്രവൃത്തി കൊണ്ട് മിനിമം TCയുടെ പണിയെടുക്കണം, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ പണിയെടുക്കണം. റാങ്ക് എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടിക വെച്ച പോലെ നമ്മൾ മൊത്തം വരുമാനം കൂട്ടി വെച്ച ഒരു റാങ്ക് നിങ്ങൾക്കൊരു അംഗീകാരം മാത്രമാണ്. ഈ റാങ്ക് ഉള്ളതുകൊണ്ട് ഇങ്ങനെ കിട്ടണമെന്ന് ഒരു ഉറപ്പുമില്ല. മാത്രമല്ല ഇവിടെ വിജയിച്ച ഒരുപാട് ലീഡേഴ്സിന് ഇൻകം കിട്ടിയത് കൊണ്ട് നമുക്ക് കിട്ടണമെന്ന് ഒരു ഉറപ്പുമില്ല. ആ ലീഡേഴ്സ് എന്താണോ ചെയ്തത് അത് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാവുമ്പോൾ മാത്രമേ നമുക്ക് പ്രോപ്പറിൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാനും മൈ ലൈഫ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആരും വിജയിക്കില്ല. നമ്മൾ ആരും വിജയിക്കില്ല. മൈ ലൈഫ് എന്താണെന്നും അതെന്താണ് ബിസിനസ് എന്നും എങ്ങനെയാണ് അതിന്റെ രീതിയൊന്നും അത് എന്ത് ചെയ്താലാണ് വിജയിക്കുക
അതിനുവേണ്ടി എത്രത്തോളം നമ്മൾ എഫേർട്ട് നമ്മൾ ഇടുന്നതിനെ പറ്റി വ്യക്തമായ ധാരണയോടുകൂടെ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിൽ വലിയ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ കാര്യം, ടേക്ക് കെയർ ഓണർഷിപ്പ്. എന്താണ് ഓണർഷിപ്പ്? ഇത് എന്റെ സ്വന്തം ബിസിനസ് ആണ്, ഇതിന്റെ താക്കോലാരുടെ കയ്യിലാണ്, എന്റെ പോക്കറ്റിലാണ്. എന്നെ കൊണ്ടുവന്നവന്റെ ഡ്യൂട്ടി എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്ന് മാത്രമാണ്. അതിനുള്ള നന്ദി നമ്മൾ കാണിച്ചോളാം. കാരണം ഇന്ന് ലോകത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നു. നിങ്ങൾ ആലോചിക്കണം ഡിയർ ഫ്രണ്ട്സ്. നിങ്ങളെ കമ്പനികൾ പറയുന്നത് തെറ്റിദ്ധരിക്കണ്ട, ഒന്നും വേണ്ട. നിങ്ങളെ ഹയർ ചെയ്യുന്ന ഒരു കമ്പനിയിലേക്കാണ് നിങ്ങളെ സ്പോൺസർ കൊണ്ടുവന്നത് ഇരിക്കുക. ഇന്ന് നിങ്ങളെ മനസ്സമാനം പോയിട്ടുണ്ടാവും. യെസ് ഓർ നോ? എന്തുകൊണ്ടാ? ഇന്ന കമ്പനി ഇല്ല. അങ്ങനെ നിങ്ങൾ എടുത്ത തീരുമാനം ഉണ്ടെങ്കിൽ ലോകത്തിൽ ഏറ്റവും വലിയ തെറ്റായ തീരുമാനമായിരുന്നു. നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തി നിങ്ങളെ പറ്റിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ ഇന്ന് MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് കൊണ്ടുവന്നത്, ഞാൻ പറയുന്നു, നമ്മളെ രക്ഷിതാക്കന്മാർ കഴിഞ്ഞാൽ അടുത്തൊരു സ്ഥാനം ആ സ്പോൺസർ കൊടുത്തേക്കണം. ലോകത്ത് നമ്മൾ വരാൻ കാരണക്കാരനായി കഴിഞ്ഞാൽ അടുത്തത് മൂന്നാമത്തെ ആള്, അച്ഛൻ അമ്മ കഴിഞ്ഞ മൂന്നാമത്തെ ആള് ഇയാളായിരിക്കണം. കാരണം എന്താ? അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് ഒരു ധാരണയില്ലാതെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്നോ ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് അറിയാത്ത എന്നെ വളരെ പ്രോപ്പർ ആയിട്ട് കൊണ്ടുവന്ന് കറക്റ്റായ കമ്പനിയിലേക്ക് കണക്ട് ചെയ്തു. ഇന്ന് ലോകം അറിയപ്പെടുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി, ഏഷ്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലേക്ക് കറക്റ്റായിട്ട് കണക്ട് ചെയ്തു. കറക്റ്റ് സിസ്റ്റത്തിൽ ടീമിലേക്ക് കണക്ട് ചെയ്തു. ഇതിലും വലിയ നന്മ വേറെന്തെങ്കിലും ഉണ്ടോ? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അറിഞ്ഞോ അറിയാതെ നമ്മൾ ഭാഗ്യം ചെയ്തവരാ. കാരണം എന്താ? നമ്മൾ കറക്റ്റ് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. ഇവിടുന്ന് അങ്ങോട്ട് ടേക്ക് എൻ ഓണർഷിപ്പ്, അത് കൊണ്ടുവരുന്നവന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി അടുത്ത നമ്മളെ ഡ്യൂട്ടിയാണ്. ഇതിന്റെ ഉത്തരവാദിത്വം, ഇതിന്റെ ഉടമസ്ഥാവകാശം എന്ത് ചെയ്യണം? ഇതിന്റെ താക്കോൽ നമ്മളെ കയ്യിലാണുള്ളത്, വേറെ ആരുടെ കയ്യിലും ഉള്ളത്. അപ്പം നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ചില എവിടെയെങ്കിലും നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് അല്ലെങ്കിൽ ആ നിങ്ങളുടെ നെഗറ്റിവിറ്റി, നിങ്ങൾ നെഗറ്റീവ് സൈഡ് നിങ്ങൾ എടുക്കണം. സാർ, എനിക്ക് ആളുകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് പറയാൻ കഴിയുന്നില്ല. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ എക്സ്പീരിയൻസ് ഇല്ല. അവിടെ നിങ്ങൾ വർക്ക്ഷോപ്പിനൊക്കെ പോയിട്ട് എന്ത് ചെയ്യണം? ആ കുറവ് എന്താണോ അത് നികത്തണം. രണ്ടാമത്തെ കാറ്റഗറി, നിലവിൽ പ്രീവിയസ്ലി കുറെ നെറ്റ്വർക്ക് ചെയ്ത കുറെ ആളുകളുടെ ധാരണ എന്ന് പറയുന്നത്, ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പ്രൊഡക്റ്റ് പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഉൽപ്പന്നം ഉപയോഗിച്ച് ഫീഡ്ബാക്ക് വരേണ്ട ആവശ്യമില്ല, ഞാൻ ഭയങ്കര ലീഡറാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറയുന്നു, ഈ ബിസിനസ്സിൽ നമുക്ക് മികച്ച റിസൾട്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ കഴിവും അറിവും അനുദിനം വർദ്ധിപ്പിച്ചുകൊണ്ട്, സ്കില്ലൊക്കെ ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? അനുദിനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. പൂർണ്ണത ഒന്നിനുമില്ല, നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പൊ എന്തിനേറെ പറയുന്നു, നിങ്ങൾ ആലോചിച്ചോണം. ഇപ്പൊ ശൈലേഷ് സാർ ആയിക്കോട്ടെ, ബെല്ല സാർ ആയിക്കോട്ടെ, അനീഷ് സാർ ആയിക്കോട്ടെ, ഒരു ട്രെയിനിങ് ഉണ്ടെങ്കിൽ വേറെ ആളെ ട്രെയിനിങ്ങിൽ പുള്ളി ഇരിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് എഴുതിയെടുക്കുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് നന്നായിട്ട് ശ്രദ്ധിച്ചത് മൈൻഡിൽ വെക്കുന്നതൊക്കെയാണ്. കാരണം എന്താ? എവിടെ നിന്നാണ് ഒരു ചെറിയ ഒരു പോയിന്റെങ്കിലും നമുക്ക് സക്സസ് ആവാൻ കിട്ടുക എന്നുള്ളത് പറയാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒറ്റയുള്ളൂ, ഈ ബിസിനസ്സിൽ സ്വന്തം കാലിൽ നിന്ന് എപ്പോഴാണോ നിങ്ങൾ നിൽക്കാൻ തയ്യാറാവുന്നത് ആ സമയം മുതലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആഗ്രഹിക്കുന്നവർ എന്ത് കിട്ടുള്ളൂ? ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്കൊരു വളർച്ച ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ആദ്യം ആലോചിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യം എന്താ? നമ്മള് ഒരു വലിയൊരു ആൽമരത്തിന്റെ താഴെയാണ് ഉള്ളതെന്ന് ഇരിക്കുക. അതിന്റെ തണലില് നമുക്ക് വളർച്ച എത്രത്തോളം ഉണ്ടാവും? ഒരു ലിമിറ്റ് വളർച്ച ഉണ്ടാവുള്ളൂ, ശരിയല്ലേ? അതിന്റെ തണലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വളരുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കുന്ന, നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തി തന്നെ ലൈഫിലോ നിങ്ങളെ കൂടെ നിങ്ങളെ വിജയിപ്പിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ ചിന്തിച്ച ഒരാളും വിജയിക്കാൻ കഴിയില്ല. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ സ്വതന്ത്രമാകാൻ വേണ്ടി, ഇൻഡിവിജ്വൽ ആവാൻ വേണ്ടി ശ്രമിക്കണം. ക്ലിയർ? അതായത് ഇതെന്റെ സ്വന്തം ബിസിനസ് ആണ്. ഒന്നിനേറെ പറഞ്ഞു, തൊട്ടടുത്ത് നിങ്ങൾ കുറ്റിയായിട്ടാണല്ലോ, നിങ്ങൾക്ക് ഒരു ബേക്കറി ഉണ്ട്, ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി ഉണ്ട്. നിങ്ങൾ രാവിലെ തുറക്കാൻ വേണ്ടിയിട്ട് അയൽവാസി വന്ന് നിർബന്ധിച്ച് വലിച്ചെടുപ്പിച്ച് കുളിപ്പിച്ച് ചായ കുടിപ്പിച്ചാണോ നിങ്ങൾ അയക്കല്? അല്ലെങ്കിൽ നിങ്ങൾ സ്വമേധയാ പോവാണോ ചെയ്യാൻ? ആ കട 7 മണിക്ക് തുറക്കണമെങ്കിൽ നിങ്ങൾ 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചു മാറ്റി നിങ്ങളെ വൈഫ് നിങ്ങൾക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അത് കഴിച്ചു, ഉച്ചക്കത്തുള്ള ഫുഡ് ടിഫിൻ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ അതെടുത്ത് കൃത്യമായിട്ട് കീ എടുത്ത് പോയി കുളിച്ചു മാറ്റി കീ എടുത്ത് പോയിട്ട് അത് 7 മണിക്ക് ഷാർപ്പ് നമ്മൾ തുറക്കും. അതിന് നിങ്ങളെ പുഷ് ചെയ്യാൻ ആരും വരണ്ട. കാരണം എന്താ?
നിങ്ങൾക്കറിയാം അത് തുറക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു ആറ്റിറ്റ്യൂഡ്, കാരണം എന്റെ സ്വന്തം ബിസിനസ് ആണ്, അത് തുറക്കാൻ വേറെ ആരുമില്ല, ഞാൻ പോയേ അത് തുറക്കാൻ പറ്റുള്ളൂ. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ലീഡേഴ്സിനെ യൂസ് ചെയ്യണം, ഉപയോഗിക്കണം. നിങ്ങൾ ആവശ്യമുള്ള സ്ഥലത്ത് എന്ത് ചെയ്യണം? എല്ലാവരുടെയും കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ലീഡേഴ്സിനെ കൊണ്ടുപോയി കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് പറ്റില്ല, അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം അവിടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ലീഡേഴ്സ് ആയിട്ട് വളരുക. എന്താണ് കുറവ് അത് പരിഹരിച്ചിട്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് വരുള്ളൂ? എക്സ്പീരിയൻസ് വരുള്ളൂ. നിങ്ങളിപ്പം ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് ഐഡിയാസ് നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ നോട്ട്സ് ഒക്കെ നിങ്ങൾക്കുണ്ട്, പക്ഷെ ഇതൊക്കെ ഉള്ളിലുണ്ട്. പക്ഷെ ഒന്ന് ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പെർഫെക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ഒരുപാട് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തപ്പോൾ കുറെ സെയിൽസ് സ്കില്ല് നിങ്ങൾ പഠിച്ചു വെച്ചു, പക്ഷെ ഇതിങ്ങനെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്, ഒരു കാര്യമില്ല. അത് ഫീൽഡിൽ അങ്ങ് അപ്ലൈ ചെയ്തിട്ട് ചിലപ്പോൾ അത് നടക്കില്ല, ഫസ്റ്റ് അപ്രോച്ചിൽ നടക്കില്ല, സെക്കൻഡിലും തേർഡിലൊക്കെയാണ് അത് എന്താവുക? ക്ലിക്ക് ആവുക. പക്ഷെ അത് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ കുറെ കൂടെ ഈസി ആയിട്ട് പിന്നീടുള്ള അടുത്ത ഫോളോ അപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ എപ്പോഴും ഫീൽഡാണ് ഗുരു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് വേറെ എവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒന്നും പറയാം. ഫീൽഡിൽ നന്നായിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ടീമിൽ എന്ത് പ്രോബ്ലം വന്നാലും ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ ഫീൽഡിലില്ലേ പ്രശ്നം വന്നാൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ലീഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഡിപ്പെൻഡ് ചെയ്യുന്നത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങളുടെ ലീഡർഷിപ്പ് അവിടെ കുറഞ്ഞു പോകും, നിങ്ങളിലെ ട്രസ്റ്റ് കുറഞ്ഞു പോകും. അപ്പൊ എന്ത് പ്രോബ്ലം വന്നാലും കട്ടക്ക് എന്റെ ലീഡർ ഉണ്ട്, മുൻനിരൽ പുള്ളിയുണ്ട്, പുള്ളി പൊളിയാണ്, പുള്ളിയിൽ നമുക്ക് വിശ്വസിക്കാവുന്നൊരു ഒരു ട്രെൻഡ് നിങ്ങൾ ഉണ്ടായിക്കോ, ഗ്യാരണ്ടി നിങ്ങളുടെ ബിസിനസ് കയറി പോകും, ജമ്പ് ചെയ്യും. കാരണം നിങ്ങളിലെ വിശ്വാസം എത്രത്തോളം വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം സ്പീഡ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പം ആദ്യം വേണം എന്താ? നമ്മളിലൊരു വിശ്വാസം ഉണ്ടാക്കണം. നമ്മൾ എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. നമുക്കൊരു ട്രെയിനിങ് ഒന്നും വേണ്ട. ഈ ബിസിനസ് എവിടെ കണ്ടാൽ ആളുകളുടെ അടുത്ത് ബിസിനസ് വളരെ പോസിറ്റീവായിട്ട് പറയാനും തിളങ്ങുന്ന കണ്ണുകളോടെ ചിരിച്ച മുഖത്തോടു കൂടെ ഈ ബിസിനസ് പറയാൻ എന്ത് ചെയ്യണം? നമുക്ക് പറ്റണം. എപ്പോഴും നമ്മൾ പോസിറ്റീവായിരിക്കുക. ഒരു സ്ഥലത്ത് പോലും നമ്മൾ നെഗറ്റീവ് ടോക്ക് നമ്മൾ പാടില്ല. എങ്ങനെ പോകുന്നു ബിസിനസ് എന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്നത് ഇങ്ങനെയാണ്, എങ്ങനെയും പോകുന്നു, ഇങ്ങനെ പോകുന്നടാ എന്ന് പറയരുത്. മനസ്സിലായോ? എങ്ങനെ പോകുന്നു? ചിലപ്പോൾ നിങ്ങളെ കുടുംബക്കാരൻ വന്നു ചോദിക്കും, അല്ല മോനെ എങ്ങനെ എന്റെ കച്ചവടമൊക്കെ? ഭയങ്കര സ്റ്റാറ്റസ് ഒക്കെയാണ്. ഇപ്പൊ സ്റ്റാറ്റസ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോ പുള്ളി എന്തോ ബിസിനസ് എന്തോ കുറവ് വന്നിട്ടുണ്ട്. അത് അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. പക്ഷെ നിങ്ങളത് മുൻകൂട്ടി കാണും. നിങ്ങൾ എന്ത് പറയണം? അടിപൊളിയാണ്, കമ്പനി ഓൾറെഡി സെറ്റ് ആണല്ലോ. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പം കഴിഞ്ഞ ഫെബ്രുവരി 19 സർക്കാർ പോലും ഇത് ലീഗലി അംഗീകരിച്ചുകൊണ്ട് സർക്കാർ പത്രത്തിലൊക്കെ ഇത് ഔട്ട് ചെയ്തിട്ട് വളരെ ശക്തമായിട്ട് എന്ത് ചെയ്യാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ മാസം തന്നെ 2 മാസം കൊണ്ട് ഞങ്ങൾക്ക് 8ഓളം പുതിയ പ്രോഡക്റ്റുകൾ നമുക്ക് കമ്പനി തന്നു. ഇനി കമ്പനി അനൗൺസ് ചെയ്യുന്നു 2030 ആകുമ്പോഴേക്ക് 1000 പ്രോഡക്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നു. പിന്നെ ഞാനതിന് വെറുതെ ഇരിക്കണം? ഞാൻ വളരെ സീരിയസ് ആണ്. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് നെഗറ്റീവ് ആഗ്രഹിച്ച വ്യക്തി തന്നെ പോസിറ്റീവ് ആയി പോകും. അപ്പം വേ ഓഫ് അപ്രോച്ച് എന്താണ്? എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക. നെഗറ്റീവ് എന്നൊരു സാധനം എന്ത് ചെയ്യരുത് പറയാം. നിങ്ങൾ എന്തിനാ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ഒരാളെ വിളിക്കുന്ന സമയത്ത് പോലും ഒരു 3 മിനിറ്റിൽ കൂടുതൽ വിളിക്കരുത്. വിളിക്കുക. ഇപ്പൊ ഒന്നും വേണ്ട, ുള്ള അല്ല, നിങ്ങളുടെ ലീഡറുടെ ബ്രാഞ്ച് 1, നിങ്ങളുടെ ബ്രാഞ്ച് 2. ഇപ്പൊ പ്രതീഷ് സാറിന്റെ ബ്രാഞ്ച് 1 ഒരാളുണ്ട്, 2 വേറെ ആൾ. അപ്പൊ ഈ രണ്ടുപേരും ഭയങ്കര കണക്ടിവിറ്റി ഉണ്ടാവും, പല പ്രോഗ്രാമുകൾ കണ്ടിട്ടൊക്കെ ആയിട്ട് കണക്ടിവിറ്റി ഉണ്ടാവും. ക്ലിയർ? അവർ തമ്മിൽ വിളിക്കുന്ന സമയത്ത് ദയവായിട്ട് ഒരുപാട് സമയം വിളിക്കരുത്. എന്തുകൊണ്ടാണെന്ന് അറിയാം? പേഴ്സണലി വളരെ ഫ്രണ്ട്ലി പറയാം. ആവശ്യം എന്താണോ 2-3 മിനിറ്റ് കൊണ്ട് ആവശ്യം പറഞ്ഞാൽ പിന്നെ ഫോൺ കട്ട് ചെയ്തേക്കണം. പിന്നീട് വരുന്നത് ഏതെങ്കിലും ഒരു തലക്കുന്ന നെഗറ്റീവ്, ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. എങ്ങനെ പോകുന്നു, കച്ചവടമൊക്കെ ഉണ്ടോ? പിന്നീട് വരുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഒരുപക്ഷെ പുള്ളിക്ക് ചെറിയ നെഗറ്റിവിറ്റീസ് ഉള്ള സമയത്ത് അത് പറയുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ നിന്ന് ഇങ്ങോട്ട് നെഗറ്റീവ് തരും. ഇപ്പൊ നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആക്കുമ്പോൾ നമ്മളെ ഉള്ളിൽ ചെറിയ ഒരു രീതിയിലേക്ക് എന്ത് വരും? ഒരു ബുദ്ധിമുട്ട് വരും. എന്തിന് നിങ്ങൾ കേൾക്കണം? അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ തീരുമാനിക്കുക, ഒരു കോൾ മിനിമം ഒരു 3 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുക. എന്താണ് കാര്യം അത് പറയുക, വെക്കുക. ഏറ്റവും കൂടുതൽ ലവ് ലൈനോട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ബന്ധങ്ങൾ ഉണ്ടാക്കേണ്ടത് നിങ്ങൾ ലീഡേഴ്സും നിങ്ങൾ അസോസിയേറ്റ് ചെയ്യണം. പക്ഷെ പലപ്പോഴും നല്ല ദൃഢമായ ബന്ധം
പല ആളുകൾക്കും ഈ ബിസിനസ് സ്ലോ ആയിപ്പോയ ആളുകളുടെ ഏറ്റവും വലിയ റിലേഷൻഷിപ്പ് വന്നത് ലവ് ലൈനുകളായിട്ടാണ്. അനദർ ടീമിലുള്ള ആളുകൾ അവിടെ എന്ത് നടക്കുന്നു എന്ന് അറിയാത്തതിന്റെ ടെൻഷനാണ്. സ്വന്തം കാലിലോട്ടുള്ള മണ്ണിളകി പോകുന്നതിനെ പറ്റി ആർക്കും ടെൻഷൻ ഉണ്ടാവും. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ കൂടെ വന്ന വ്യക്തികൾ നമ്മളിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നമ്മളുടെ റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത് നമ്മളെ ഒരു പിശുക്കും കാണിക്കരുത്. എപ്പോഴും നിങ്ങൾ ഈ മോർണിംഗ് മീറ്റ് കഴിഞ്ഞു, ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ, അരമണിക്കൂർ നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ എ ടീം ബി ടീമിനെ വിളിക്കാൻ വേണ്ടി കൊടുക്കണം. ഇന്ന് മോർണിംഗ് മീറ്റ് കണ്ടില്ലല്ലോ, എന്ത് പറ്റി? സാറേ എനിക്ക് വലിയ ഹെഡേക്ക്, തലവേദന. ഓക്കെ, നിങ്ങളെ ടീമിൽ എത്ര പേര് കയറി നോക്കിയോ? സാർ ഒന്നും നോക്കിയില്ല, നാളെ ഇതെല്ലാം ഞാൻ കറക്റ്റ് ചെയ്യാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് മോണിറ്ററിങ് ചെയ്യണം. ഇപ്പൊ ഒന്നും വേണ്ട, ഈ മീറ്റിംഗിൽ കയറി കഴിഞ്ഞാൽ പാർട്ടിസിപ്പൻസ് 100 ഉണ്ട്. ഈ 100 പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ ഇത് ആരാണോ ഓർഗനൈസ് ചെയ്യുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിയാണ് ഇന്ന്. കാരണം അദ്ദേഹത്തിന്റെ ടീമിൽ 100 പേര് ട്രെയിനിങ് കയറി. ശരിയല്ലേ? ശൈലേഷാറിനെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിയാണ്. കാരണം 100 പേരേ ഉള്ളൂ, അത് 100 പേര് കംപ്ലീറ്റ് ആണ്. ഒരു രൂപ ചെലവില്ലാതെ ഇന്ന് രാവിലെ 100 പേര് നമ്മളെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. എന്ത് ഹാപ്പിയാണ്. എന്നാൽ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ചിന്തിക്കേണ്ട എന്താണ്? ഇപ്പം തന്നെ റീന രാഘവൻ, റീനേച്ചിനെ ഞാൻ ഇവിടെ കാണുന്നു വീഡിയോയിൽ. റീനേച്ചി ചിന്തിക്കേണ്ട കാര്യം എന്താ അറിയോ? റീനേച്ചി ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് പാർട്ടിസിപ്പൻസ് എന്ന ഒരു കോളം ഉണ്ട്, അത് ടച്ച് ചെയ്താൽ എത്ര പേര് മാഡത്തിന്റെ ടീമിൽ നിന്ന് വന്നു എന്നതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ മോർണിംഗ് മീറ്റിൽ 5 പേര് 5 പേരെ പേര് എഴുതി വെക്കണം. എന്നാൽ ഒരു 5 പേരും കൂടെ സാധ്യത ഉണ്ട്, ഒന്നുകൂടെ പുഷ് ചെയ്തിരുന്നെങ്കിൽ, വിളിച്ചിരുന്നുവെങ്കിൽ ഈ പണി ആരെടുക്കണം? റീനേച്ചി എടുക്കണം. ഇപ്പൊ റീനേച്ചി ഇന്ന് കേട്ടു, കുറെ പോയിന്റിന് കിട്ടി. പക്ഷെ അതിനേക്കാൾ ഉപരി നിങ്ങൾ കേട്ട് നിങ്ങൾ പറയുമ്പോൾ, ഇപ്പൊ ഒരു സിനിമ കണ്ട് പറയുന്നത് 3 മണിക്കൂർ 2.5 മണിക്കൂറുള്ള സിനിമ കണ്ടിട്ട് നമ്മൾ കഥ പറയുന്നത് 2 മിനിറ്റ് കൊണ്ട് 3 മിനിറ്റ് കൊണ്ടൊക്കെ എല്ലാ കണ്ടന്റ് കിട്ടുമോ കേൾക്കുന്ന ആൾക്ക്? ഒരിക്കലും ഇല്ല. അതേ സ്ഥാനത്ത് റീനേച്ചിന്റെ ടീമിൽ നിന്ന് ഒരു 20 പേര് ഇടുന്നുണ്ടെങ്കിൽ റീനേച്ചി ഈ കാര്യത്തിന് വേണ്ടി പിന്നീട് പറയേണ്ടതില്ല. അത് ത്രൂ ഔട്ട് റീനേച്ചി കിട്ടുമ്പോൾ തന്നെ അതേപോലെ 20 പേർക്ക് കിട്ടി. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഏതൊരു പ്രോഗ്രാമിലും പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്, പ്രൊമോഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിംഗിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ത് പരിപാടി ഉണ്ടോ അവിടെ എത്രത്തോളം ആളുണ്ടാവും, വിജയം ഒന്നും നോക്കരുത്, മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. എങ്ങനെയാണ് പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ ആ മെസ്സേജ് വന്നാൽ തന്നെ നിങ്ങൾ പേഴ്സണലി കോർ ടീമിൽ എത്രയും പെട്ടെന്ന് അയക്കുക, ഒരു മെസ്സേജ് അയക്കുക, ഒരു വോയിസ് അയക്കുക. വരുന്ന ഞായറാഴ്ച നമുക്ക് ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനർ എന്ന് ഇന്നയാളാണ്. നിർബന്ധമായിട്ട് നമ്മുടെ ടീം ഓൾ ടീം പങ്കെടുത്തിരിക്കണം. ഒരു രീതിയിലെ വിട്ടുവീഴ്ചയില്ല. എന്തായാലും നമ്മൾ 100% പങ്കെടുക്കണം. എന്നതിന് ശേഷം നിങ്ങൾ ഒരു STC ആണെങ്കിൽ ഏറ്റവും അടുത്ത നിങ്ങൾ DTC ലീഡേഴ്സിനെ വിളിക്കുന്നു. നമ്മുടെ ടീമിൽ അടുത്ത സൺഡേ പ്രോഗ്രാം ഉണ്ട്, നിങ്ങളുടെ ടീമിൽ എത്ര പേര് വരും, അവരൊരു കണക്കെടുക്കുക. കൂട്ടത്തില് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരു റൗണ്ട് എല്ലാവരും വിളിക്കുക. ഞായറാഴ്ചത്തെ പ്രോഗ്രാം തിങ്കളാഴ്ച വിളിച്ചു, ബുധനാഴ്ച വിളിച്ചു, വെള്ളിയാഴ്ച വിളിച്ചു. അങ്ങനെ പിറകെ കൂടിയാൽ നിങ്ങൾ നോർമലി ഒരു 20 പേര് പങ്കെടുക്കുന്ന പ്രോഗ്രാം പ്രൊമോഷൻ കൂട്ടിയാൽ 100% നിങ്ങൾ ഗ്യാരണ്ടി ഒരു 50+ എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊരു പ്രോസസ്സാണ്, ഇതൊരു രീതിയാണ്. ഇത് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ അറിഞ്ഞോ അറിയാതെ ഒരുപാട് ആളുകൾ ഈ പ്രോഡക്റ്റുകൾ, ഈ ട്രെയിനിങ്ങുകൾ കേൾക്കുകയും അതിൽ ക്വാളിറ്റിയുള്ള ബിസിനസ്സിന് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളുള്ള, സീരിയസ് ആയിട്ട് ജീവിതത്തിന് കാണുന്ന വ്യക്തികൾ ഇതൊരു കരിയറായിട്ട് എടുക്കുകയും നിങ്ങളെക്കാൾ കഴിവും അറിവുകൾ വരികയും അവർ ഓട്ടോമാറ്റിക് വലിയ വിജയത്തിലേക്ക് പോവുകയും ചെയ്യുന്നതാണ്. നിങ്ങളെ ബ്രാഞ്ച് 1ഉം 2ഉം നിങ്ങളെക്കാൾ കഴിവും അറിവും സീരിയസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കാനില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന മേലുള്ള ഉയരത്തിലേക്ക് എന്ത് ചെയ്യും? ആ കാര്യം മാറും. ഉദാഹരണം പറയുകയാണെങ്കിൽ 2015 അനീഷ് ബാബു സാറ് സ്കാനിയ ബസ്സിൽ, സാറ് പറയുന്നത് സ്കാനിയ KSRTC സ്കാനിയ ബസ് കയറിയിട്ട് കോഴിക്കോട് വന്നിട്ട് ബെല്ലിസാർക്കാണ്. ആലപ്പുഴയിൽ നിന്ന് കോഴിക്കോട് വരിക എളുപ്പമല്ല, കുറെ സമയം യാത്ര ചെയ്യണം. പക്ഷെ ബെല്ലിസാറ് വന്ന് ഈവനിങ് വന്ന് ജസ്റ്റ് കാണുന്നത് അരമണിക്കൂറായിരിക്കും, അല്ലെ 1 മണിക്കൂറായിരിക്കും. സാറ് പറയും, സാറേ നിയമമൊന്നും വന്നില്ലല്ലോ, അപ്പൊ പിന്നീട് കാണാൻ പറഞ്ഞു പുള്ളിയുടെ തിരക്കിലേക്ക് പോകും. പുള്ളി മറ്റേ ആൾ തിരിച്ചും പോകും. അങ്ങനെ കുറെ ആളെ കോഴിക്കോട് എന്തിയിട്ടുണ്ട്, അനീഷ് സാർ കണ്ടു. മലബാറിൽ ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടി അനീഷ് സാർ 2014, 15, 16 കണ്ടിട്ടുണ്ട്. 16 നമ്മൾ ഓർഗനൈസേഷൻ എയ്സ് ഇന്റർനാഷണൽ ഗ്രൂപ്പ് വരുന്നത്. കുറെ പേര് കണ്ടതിൽ
ഒരു വ്യക്തി ഈ ബിസിനസ് ഏറ്റെടുത്തു. കണക്ക് കറക്റ്റ് ആണെന്നില്ല, എന്നാലും ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് മലബാറിൽ നിന്ന് 100 കോടിക്ക് മേലെ ബിസിനസ് കയറി. 100 കോടി BV കയറിയാൽ അതിന്റെ 12% STV മാത്രം 12 കോടി രൂപ കിട്ടും. ശരിയാണല്ലോ? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 1 man 1 ഇൻഡസ്ട്രി ആണ്. ഒരു വ്യക്തി ഒരു വ്യവസായമാണ്. നിങ്ങളെ തൊട്ടതാഴെ ഈ പറഞ്ഞ ബെൽനിയും അനീഷും ശൈലേഷും ഒക്കെ ഉണ്ട്. ആ കഴിവും അറിവും ക്വാളിറ്റിയുള്ള ആളുകളുണ്ട്. അവരെ കണ്ടെത്തുക എന്ന ഒരു ദൗത്യം മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അവരെ കണ്ടെത്താൻ നമ്മളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് മനസ്സിലാക്കി ആ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയോ? അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, ഇത്രയേ ഉള്ളൂ. ഇത്രയും സീരിയസ് ആയ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ കറക്റ്റായ രീതിയിലാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? നമ്മൾ സീരിയസ് ആണോ? ഇപ്പോഴും പറയാറുണ്ട്, വീക്കിലി 2,10,000 കിട്ടുന്ന ഒരു ബിസിനസ്സിൽ നമ്മൾ ബിസിനസ് പറയുമ്പോൾ ആളുകൾക്ക് സമയമില്ല. അപ്പൊ പറയാണ്, തമാശ പറയുകയാണെങ്കിൽ, ലീഡർ നിങ്ങളോട് പറയാണ് ഇന്ന് മീറ്റിംഗ് ഉണ്ട് അല്ലെങ്കിൽ നാളത്തെ ട്രെയിനിങ്ങിന് വരണം എന്ന് പറയുമ്പോൾ, സാറേ എനിക്ക് ജോലിയുണ്ട്. അപ്പം ലീഡർ പറയണം, മോനെ അനീഷ് സാറാണ് വരുന്നത് ട്രെയിനിങ്ങിൽ, അല്ലെങ്കിൽ ശൈലേഷ് സാറാണ് വരുന്നത്, എനിക്കറിയാലോ പുള്ളി ട്രെയിനിങ് അടിപൊളിയല്ലേ. സാറേ ഒരു രക്ഷയില്ല, തൊട്ടപ്പുറത്ത് കല്യാണം ഉണ്ട്. ആ കല്യാണം ഞാൻ പോയിട്ടില്ലെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും? കല്യാണത്തിന് 2000 ആൾ പങ്കെടുക്കുന്നുണ്ട്. കല്യാണം വിളിച്ച ആൾ പോലും വിളിച്ച് ഇയാളെ കാണുന്ന നിർബന്ധം പോലും, എന്നാൽ പോലും ഇയാൾ പറയും അയ്യോ മോശം, ഞാൻ പോയില്ലെങ്കിൽ ഭയങ്കര. ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയോ? ഇപ്പൊ ജോലിക്ക് പോയി അല്ലെങ്കിൽ ജോലിക്ക് പോകേണ്ട ഒന്നും പറയുന്നില്ല, പക്ഷെ ആളുകളുടെ സീരിയസ് ഇത്രയേ ഉള്ളൂ. സാറേ അപ്പൊ പറയും, ലീഡറോട് പറയാണ് ഇങ്ങനെയാണ്, മണ്ണ് വാരുന്ന ജോലി കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ സ്വർണം വാരാൻ വരാന്നാ പറഞ്ഞു. മനസ്സിലായോ? ചെറിയ ചെറിയ എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് ആളുകളിൽ നിന്ന് ഒഴിവായി നിൽക്കാനാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെ ഇതിന്റെ സാധ്യത മനസ്സിലാക്കി ഇതിന്റെ മാക്സിമം ഔട്ട്പുട്ട് ബെനിഫിറ്റ് എനിക്ക് എങ്ങനെ ലഭിക്കും എന്നതിനെ പറ്റി വ്യക്തമായ ധാരണയോടുകൂടെ വരുന്ന 1-2 വർഷം ഒന്ന് കഠിനാധ്വാനം ചെയ്താൽ, വേർപ്പൊഴുക്കിയാൽ, നിങ്ങളൊരു മാറ്റം ഉണ്ടാക്കി പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന അപ്പുറത്തോട്ടൊരു വലിയ വരുമാനത്തിലേക്കും സംവിധാനത്തിലേക്കും ആരും മാറും. നിങ്ങൾ മാറും. ഈ വന്ന ഈ ലേഡീസ് ഒരു ITC എബോ ആയിട്ടുള്ള ആളുകളുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ്. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ ഈ പറഞ്ഞ ജോലി ചെയ്യുന്ന ഒരുപാട് 30 വർഷവും 40 വർഷവും തൊഴിലെടുത്ത ആളുകൾ ഇവിടെയുണ്ട്. ഇന്നും നമ്മളെ കയ്യിൽ 1 രൂപ പോലും ബാലൻസ് ഇല്ലാതെ മിച്ചം പിടിക്കാനില്ലാത്ത ആളുകൾ, ഒരുപാട് ആളുകൾ ഇന്ന് ഈ മീറ്റിംഗിൽ ഉണ്ടാവാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ 10 വർഷം കൊണ്ട് ITC ആയാലും നിങ്ങളുടെ അക്കൗണ്ട്, എന്റെ അക്കൗണ്ട് വഴി 1,20,00,000 10 വർഷം കൊണ്ടെങ്കിലും കയറി ഇറങ്ങിപ്പോകും. പക്ഷെ നിലവിൽ ചെയ്യുന്ന ജോലിയിൽ 1,20,00,000 ഉണ്ടാവാൻ എത്ര വർഷം എടുക്കും? ഒരു ശതം കാണത്ത് പോലും. പക്ഷെ ഞാൻ പറയുന്നു, ഇന്നത്തെ കമ്പനിയുടെ ഒരു അവസ്ഥയും ഇന്ന് പൊതുസമൂഹത്തിന് നെറ്റ്വർക്കിനോടുള്ള സമീപനം വെച്ച് നോക്കുകയാണെങ്കിൽ മിനിമം 5 ഇയർ 2025 to 2030 5 വർഷം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും? മിനിമം നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതിനുള്ള എല്ലാവിധ സപ്പോർട്ടും കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനേറെ പറഞ്ഞു, പ്രവീൺ സാറ് പറഞ്ഞ ഒരുപാട് വാക്കുകൾ നമ്മൾ കേട്ടു. എന്തിനേറെ പറഞ്ഞു, 2030 ആവുമ്പോൾ 1000 പ്രൊഡക്റ്റ് പിൻ ടു പ്ലെയിൻ. ഇപ്പൊ TC എബോ ആണ്, ഒരു ഇൻഷുറൻസ് കവറേജ് ഇല്ലെങ്കിൽ നിലവിൽ ഡിസ്ട്രിബ്യൂട്ടർ ലെവൽ തന്നെ ആ ഒരു രീതിയിലേക്ക് എന്തെങ്കിലും ഒരു ഡെത്ത് സംഭവിക്കുകയാണ്, ആക്സിഡന്റൽ എന്ന് പറഞ്ഞ ഒരു ക്ലോസ് ഒഴിവാക്കിക്കൊണ്ട് നോർമൽ ഡെത്ത് സംഭവിച്ചാൽ പോലും ഒരു 1 ടൈം സെറ്റിൽമെന്റ് എന്ന രീതിയിലെങ്കിലും ഒരു രീതിയിലേക്ക് ഫ്യൂച്ചറിൽ ഒരു പ്ലാനിങ് കമ്പനി എന്ത് ചെയ്യാണ് വരുന്നത്. നിങ്ങൾ ആലോചിക്കണം. കഴിഞ്ഞ കോവിഡ് സമയത്ത് നമുക്ക് നമ്മളെ ബിസിനസ് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി എന്ത് സംഭവിച്ചു? കമ്പനി ഓഫർ പ്രൊഡക്റ്റ് തന്നു. ശരിയല്ലേ? സീരിയസ് ആയിട്ട് വെള്ളപ്പൊക്കം വന്ന സമയത്ത്, ആലപ്പുഴ മേഖല വെള്ളപ്പൊക്കം, പ്രളയം വന്ന സമയത്ത് ഒരു സ്റ്റേബിൾ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം തന്നെ മിനിമം 1 ടൈം സെറ്റിൽമെന്റ് 5,000 റുപ്പീസിന്റെ മേലെ ഫ്രീ ആയിട്ട് കമ്പനി അയച്ചു കൊടുത്തു. എന്നാൽ കോവിഡ് വന്ന സമയത്ത് വിപ്രോ പോലുള്ള വലിയ കമ്പനികൾ അവരുടെ ആളുകളുടെ തൊഴിലാളികളുടെ എണ്ണം കുറച്ചു. 1 ലക്ഷം രൂപ സാലറിയിൽ നിന്ന് 25,000 ജോലി ചെയ്യാൻ പറഞ്ഞു, നിർബന്ധിച്ച് പുഷ് ചെയ്തു. ഇല്ലേ ജോലി നിർത്തി പോകാൻ പറഞ്ഞു, ടെൻഷൻ ഉണ്ടാക്കി. അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംവിധാനം നമ്മളെ കമ്പനി ചെയ്തു. ഇപ്പൊ നമ്മൾ പറയുന്നു 6 മാസത്തേക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്കണം, 6 മാസം കൃത്യമായിട്ട് റീപർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ 15% ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് പ്രോഡക്റ്റ് തരുന്നു. ആ റീപർച്ചേസ് കോൺടെസ്റ്റ് നിങ്ങൾ പഠിച്ചോ?
ഈ വരുന്ന ഈ മാസം കൂടെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മിനിമം 5000 രൂപ നിങ്ങൾ ആദ്യം ഈ റീപർച്ചേസ് കോൺടെസ്റ്റിൽ ഓൺലി 5000 റുപ്പീസ് മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണ്ടൂ. ഞാൻ ഇന്ന് 5000 രൂപ റീപർച്ചേസ് ചെയ്തു എന്ന് കരുതുക. ഈ റീപർച്ചേസ് ചെയ്ത സാധനം ഞാൻ വരുന്ന ഒരു മാസം കൊണ്ട് കൃത്യമായി വിറ്റു, വീണ്ടും അതേ എമൗണ്ട് തന്നെ റീപർച്ചേസ് ചെയ്തു. അങ്ങനെ 6 മാസം ചെയ്യുമ്പോൾ ഓൺലി 30,000 രൂപ പർച്ചേസ് ചെയ്യും. പക്ഷെ ഞാൻ ഓൺലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് 5000 റുപ്പീസ് മാത്രമാണ്. ഈ 30,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്തിട്ട് എന്റെ ഇൻകം സൈഡിലാണെങ്കിൽ 30,000 ക്യാഷ് പർച്ചേസ് ഞാൻ ചെയ്തു. ക്ലിയർ? അതിനൊരു അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് 4500 രൂപയുടെ ഫ്രീ പ്രോഡക്റ്റ് എനിക്ക് തന്നു. ക്ലിയർ ആയോ? 4500 ഫ്രീ പ്രൊഡക്റ്റ് പ്ലസ് ഈ 30,000 രൂപയുടെ ആവറേജ് 35% എങ്കിലും നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടി. പ്ലസ് 4500 DPന്റെ അതിന്റെ MRP ഇട്ടാണ് ഒരു 6000 രൂപയുടെ അടുത്ത് അതും ഉണ്ടാവും, അല്ലെ 5500 അടുത്ത് ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയും പ്രോഫിറ്റ് ആണ് കമ്പനി നമുക്ക് എന്ത് ചെയ്യുന്നത്, തരുന്നത്. ഏത് കമ്പനി കൊടുക്കും? ഈ കമ്പനി തരുന്നത് എല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്, ഉപയോഗിക്കണം. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആരോ തള്ളിയിട്ടു, ഉന്തിയിട്ടു, ആ മൈൻഡ് സെറ്റിൽ നിന്ന് മാറി എന്നെ കൊണ്ടുവന്ന സ്പോൺസറോട് ഒരു നന്ദിയോട് സ്മരിച്ച് ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കി സ്വന്തം കാലിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള അറിവും ശക്തിയും ഊർജവും ഉണ്ടാക്കലാണ് നമ്മൾ പണി. അത് ഒറ്റ മാർഗം എത്രയേ ഉള്ളൂ. വരുന്ന ബുധനാഴ്ച ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് 11-ാം തീയതി കണ്ണൂർ നടക്കുന്നു, മലപ്പുറത്ത് നടക്കുന്നു. ക്ലിയർ? എല്ലാ ചൊവ്വാഴ്ച ഇന്ന് നമുക്ക് മനോഹരമായ GTS കോഴിക്കോട് നടക്കുന്നു. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെയൊക്കെ വരുന്ന എന്താണ്, നമ്മൾ മെന്റലി സ്ട്രോങ് ആവുന്നതാണ്, വിശ്വാസം വർദ്ധിക്കും. ഈ വിശ്വാസമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിലീഫ് ഇൻ ടു വർക്ക് ഈസ് ഈക്വൽ ടു സക്സസ് എന്നാണ്. വിശ്വാസവും അതിന്റെ കൂടെയുള്ള പ്രവൃത്തിയും മാത്രമേ നമ്മൾ വിജയിപ്പിക്കുള്ളൂ. പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ചില ആൾക്ക് നിങ്ങൾ ഈ ബിസിനസ്സുമായിട്ട് സംസാരിക്കും, ഭയങ്കര ഒട്ടുക്കത്തെ ചാർജ് ആയിരിക്കും, ഭയങ്കര പോസിറ്റീവായിട്ട് പറയും, പക്ഷെ ബിലീഫ് ഒരു ഒട്ടുക്കത്തെ ബിലീഫ് ആയിരിക്കും. എന്തില്ല, പക്ഷെ പ്രത്യേകിച്ച് കാര്യമായ പണിയൊന്നും ചെയ്യില്ല. ചില വ്യക്തികൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, പക്ഷെ വിജയിക്കുന്നുള്ള വിശ്വാസം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ എന്ത് വേണം, ബിലീഫ് ഇൻ ടു വർക്ക് ഈസ് ഈക്വൽ ടു സക്സസ് ആണ്. വിശ്വാസവും അതിന്റെ കൂടെയുള്ള പ്രവൃത്തിയാണ് നമ്മൾ വിജയിപ്പിക്കുന്നത്. അപ്പം എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനോ നിങ്ങളോ പ്രവർത്തിക്കില്ല എന്നല്ല, പറയാ നമ്മളില്ലെങ്കിൽ പോലും ഇത് ചെയ്ത് വിജയിച്ചു പോകുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ നമുക്ക് ഫ്യൂച്ചറിൽ കാണാൻ സാധിക്കും. 2025-ലും 30-ലും പ്ലാൻ കേട്ട് ഡയമണ്ട് ആകുന്ന ആളുകളെ കാണാൻ സാധിക്കും. പക്ഷെ ദൈവം സഹായിച്ച് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കിട്ടി. അതെങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ പറ്റി നിങ്ങൾ കറക്റ്റ് ഒരു പിക്ചർ ഉണ്ടാക്കി, ഒരു രൂപരേഖ ഉണ്ടാക്കി, വരുന്ന 1-2 വർഷം കൊണ്ട് ഒരു മികച്ച ഒരു വരുമാനത്തിലും ഒരു റാങ്കിലേക്ക് നമുക്ക് എത്താൻ സാധിക്കട്ടെ. വരുന്ന ഫ്യൂച്ചർ ഡയമണ്ട്സ് ആയിട്ട് എല്ലാ ആളുകൾക്കും നമുക്ക് എന്ത് ചെയ്യാം, മാറാൻ പറ്റട്ടെ എന്ന് അനീസ് സാർ പറഞ്ഞൊരു വാക്കെടുക്കുകയാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടും പരിഹാരം എന്നാണ് പറഞ്ഞത്. മികച്ച 1-2 റിക്രൂട്ട്മെന്റ് നടത്തിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. മനസ്സിലായോ? മികച്ച 1-2 റിക്രൂട്ട്മെന്റ് നടത്തിയാൽ ലഭിക്കുന്ന പ്രോബ്ലം, സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പേഴ്സണൽ റിക്രൂട്ട്മെന്റിന് പ്രാധാന്യം കൊടുക്കുക. റീറ്റെയിലിംഗ് നടന്നോട്ടെ, നോ പ്രോബ്ലം. പക്ഷേ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ റീറ്റെയിലിംഗിനേക്കാളും നിങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുന്നത്, നിങ്ങളെ ഫ്യൂച്ചറിൽ വലിയ ഡയമണ്ടോ വലിയ ഇംഗത്തിലേക്ക് എത്തുന്നത് റിക്രൂട്ട്മെന്റ് മാത്രമാണെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. റിക്രൂട്ട്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങളെക്കാൾ കഴിവും അറിവുള്ളവർ വരുമ്പോഴാണ് ഈ നെറ്റ്വർക്ക് സ്ട്രോങ് ആവുന്നത്. അതിന്റെ കൂടെ റീറ്റെയിലിംഗിലും വേണം. രണ്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് റിക്രൂട്ട്മെന്റ് കൊടുത്താൽ നമ്മൾ ഈ കുറച്ചുകൂടെ വേഗതയിൽ നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ ബിസിനസ്സിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതുവഴി വലിയ രീതിയിൽ നിങ്ങളെ ഫാമിലിയിലെ ഏറ്റവും ഉയർന്ന രീതിയിൽ, ഏറ്റവും ബഹുമാനിക്കുന്ന, സമൂഹത്തിൽ വാല്യൂ ഉള്ള ആളുകളായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ.